ഓക്കെ, താങ്ക് യു ഡോക്ടർ അജിനി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1909 ദിവസമാണിന്ന്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ്സിന്റെ രണ്ടാം ഭാഗമാണ്. ഡോക്ടർ പ്രീത M. ഉണ്ണിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഡോക്ടർ കുറച്ച് ദിവസം മുമ്പ് നമുക്ക് ചർമ്മരോഗങ്ങളും ഹോമിയോപ്പതി ചികിത്സയും പ്രതിരോധവും എന്നുള്ള വിഷയത്തിനെ കുറിച്ച് ക്ലാസ് എടുത്തിരുന്നു. അതിൻ്റെ ട്രീറ്റ്മെന്റ് ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല, സമയക്കുറവ് മൂലം. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗമാണ്. ചികിത്സ ആണ് എന്ന് കൂടുതലും ഡോക്ടർ സംസാരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഡോക്ടർ നമുക്ക് ഒട്ടനവധി ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള വ്യക്തിത്വമാണ്. വളരെ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്ന ഡോക്ടർ പ്രീത M. ഉണ്ണിയെ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നന്ദി. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇന്ന് ഒരു വേറൊരു വിശേഷവും കൂടി നടന്ന ദിവസമാണ്. നമ്മുടെ മലയാള മോഡറേറ്റർ കൂടിയായ ഡോക്ടർ മറിയാമ്മ ജോണിന്റെ അമ്മയുടെ മരണാനന്തര ശുശ്രൂഷകൾ ആലപ്പുഴ അവരുടെ വസതിയിൽ വെച്ച് നടന്നു. ഡോക്ടർ ധനേഷ്, ഡോക്ടർ അജിനി, അതുപോലെ തന്നെ ഡോക്ടർ രത്ന സുന്ദരം, അതുപോലെ സുന്ദരം ഡോക്ടർ, ഞാനും ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അതുപോലെ സീനാസുരൻ ഡോക്ടർ, ഡോക്ടർ അമ്മിണിയമ്മ, ഞങ്ങൾ ഇത്രയും പേരും ഇന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. പള്ളിയിലും ഞങ്ങൾ പോയിരുന്നു. എന്തായാലും നല്ല ഒരു ചടങ്ങാണ്, നല്ലൊരു പ്രാർത്ഥനയും ഒക്കെയാണ് നടന്നത്. അതുകൂടി നിങ്ങളോട് വിശേഷം പങ്കുവയ്ക്കുവാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഡോക്ടറെ, എന്നെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യാമോ? എല്ലാം ഓക്കെയാണ്. ഓക്കെയാണ്. ആദ്യം IFPHന്റെ ഫ്ലോറിലുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും നമസ്കാരം. ശൈല ഡോക്ടർ പറഞ്ഞതുപോലെ മറിയാമ്മ ജോൺ ഡോക്ടറുടെ അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ഡോക്ടർ രാജേശ്വരി എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഒരു സെഷൻ കൊടുത്തത്. അതിൻ്റെ ലാസ്റ്റ് പോർഷൻ ഞാനൊന്ന് കേട്ടു. അതിൻ്റെ അകത്ത് പറഞ്ഞു, നമ്മളുടെ കേരളയിലെ ഒരുപാട് ആയുർവേദ സ്പാകളും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് അവർ നമുക്കറിയാമല്ലോ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ പിഴിച്ചിലും ഒക്കെ ചെയ്ത് അത് കുറച്ചുകൂടെ പബ്ലിക്കിന് ടൂറിസം അവർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്. ടൂറിസ്റ്റുകൾക്കൊക്കെ അത് ആയുർവേദം മനസ്സിലാക്കിക്കൊണ്ട് അവർ വരികയും അത് ആ കാര്യത്തിലോട്ടൊക്കെ പോവുക, അതായത് ആ ട്രീറ്റ്മെന്റിലോട്ട് പോവുകയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ശരിയാണത്. അതേ രീതിയിൽ ഹോമിയോപ്പതിയും കൂടെ ഉയർത്തിക്കൊണ്ട് വരണം എന്നുള്ള ഒരു അഭിപ്രായം കേട്ടു. ഹോമിയോപ്പതിയെ നമുക്ക് ടൂറിസം എന്നല്ല, ഹോൾ വേൾഡ്, അതായത് നമ്പർ 1 ഒന്നാമത്തെ മെഡിക്കൽ ശാഖയായിട്ട് ഉയർത്തിക്കൊണ്ട് വരിക തന്നെ വേണം. എല്ലാ കൺട്രിയിലും ഹോമിയോപ്പതിയുടെ ആധിപത്യം സ്ഥാപിക്കണം. അതിനായിട്ട് ഓരോ ഇൻഡിവിജ്വൽസും, അത് നമ്മൾ ഓരോ ഡോക്ടേഴ്സും അതിനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. ടൂറിസം എന്ന് പറഞ്ഞ് നമ്മളുടെ ഇതിൻ്റെ അകത്ത് ടൂറിസ്റ്റുകളെ ആകർഷിക്കത്തക്ക രീതി അവർ മനസ്സിലാക്കണം, ഹോമിയോപ്പതി കൊണ്ടേ നിൽക്കൂ ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരിക എന്നുള്ളതല്ലാതെ മറ്റുള്ള ശാഖകളെ പോലെ പ്രൊമോട്ട് ചെയ്യത്തക്ക രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമുണ്ട്. അതുകൊണ്ട് ഓരോ ഡോക്ടേഴ്സും ഇതിവിടെ വന്നേ നിൽക്കത്തുള്ളൂ, ഇത് എത്രയും പെട്ടെന്ന് മാറിക്കിട്ടും, പെർമനന്റ് ക്യൂറാണ്, നോ ബാഡ് എഫക്റ്റ് ആൻഡ് സൈഡ് എഫക്റ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വേണം പ്രചരിപ്പിക്കാൻ. അപ്പോൾ അതിന് എല്ലാവരും, ഇപ്പോൾ പഠിച്ചേച്ച് ജസ്റ്റ് ഹൗസ് സർജൻസി കഴിഞ്ഞ് ഇറങ്ങുന്നവർ മുതൽ ഏറ്റവും സീനിയർ ടോപ്പിലിരിക്കുന്ന ആൾക്കാർ വരെ അതിനൊന്ന് ട്രൈ ചെയ്താൽ നമുക്ക് ടൂറിസം എന്നൊന്നും പറഞ്ഞ് പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാ വേൾഡിലും, എല്ലാ കൺട്രിയിലും വേൾഡ് വൈഡ് ഇതേ പറ്റൂ എന്നുള്ളത് തന്നെ വരുത്തണം നമുക്ക്. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ കഴിഞ്ഞ സെഷനിനകത്ത് സ്കിൻ ഡിസീസ് ആൻഡ് ഇറ്റ്സ് ക്യൂർ ആൻഡ് പ്രിവെൻഷൻ, അതാണ് സംസാരിച്ചുകൊണ്ട് ഇരുന്നത്.
ആ ഡിസ്കഷനിൽ മിച്ചം നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ സ്കിൻ ഡിസീസ് ഒരുപാട് വെറൈറ്റി ഉള്ളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധാരണ ക്ലിനിക്കിൽ വരുന്ന കുറച്ച് സ്കിൻ കംപ്ലൈൻറ്റ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എക്സിമ, സോറിയാസിസ്, ആഗ്നെ, സ്കിൻ ക്യാൻസർ, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ സെഷനിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ സെഷനിൽ ബാക്കിയുള്ളത് ഇതിൽ ഫസ്റ്റ് അലർജിക് സ്കിൻ ഡിസീസിനെ കുറിച്ചാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കഷൻ നടത്തേണ്ടത്. അപ്പൊ അതിൻ്റെ അകത്തെ അലർജി എന്ന് പറയുന്നത് തന്നെ ചില കാര്യങ്ങൾക്ക് മറ്റുള്ള ഡിസീസിനെ പോലെ ക്രോണിക്കാണ് അലർജി എന്ന് പറയുന്നതും ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. എന്നിരിക്കലും അത് എങ്ങനെയാണ് ഓരോരുത്തരിലുള്ള അലർജൻസ് വരുമ്പോൾ വന്ന് കോണ്ടാക്ട് ചെയ്യുമ്പം എങ്ങനെയാണ് ഈ അലർജി കംപ്ലൈൻറ്റ് ട്രിഗർ ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും അലർജി കംപ്ലൈൻസിനെ കുറിച്ച് പറയുമ്പം. കാരണം അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നുമില്ല, നോർമലാണ്, പെട്ടെന്നാണ് ഇത് ട്രിഗർ ചെയ്ത് വരുന്നത്. അപ്പം ചിലർക്ക് ചില പോളൻസിൻ്റെ ആയിരിക്കാം, ചില ഡസ്റ്റ് ആയിരിക്കാം, മൈറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില ഫുഡ് കഴിച്ചതിൻ്റെ ആയിരിക്കാം, ചില മെറ്റീരിയൽ ആയിരിക്കാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പം സാധാരണയുള്ള മറ്റ് അലർജി കംപ്ലൈൻറ്റിൻ്റെ കൂടെ, അതായത് അലർജിക് റൈനൈറ്റിസ്, ബ്രോങ്കൈറ്റിസ്, അലർജിക് ആസ്മ എന്ന് പറയുന്ന പോലെ തന്നെ ഡെർമറ്റൈറ്റിസും അവർക്ക് ഉണ്ടാകും. അത് കോമൺ ആയിട്ടുള്ള അലർജി കംപ്ലൈൻസിലെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇച്ചിങ് ഇല്ലാതെ. ചിലർക്കുണ്ട്, ചിലയിടത്ത് കയ്യേ കാലും ഒക്കെ പ്രഷർ കൊടുത്ത് ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ റെഡിഷ് ആയിട്ട് അത് തടിച്ച് പൊങ്ങും. അങ്ങനെ പൊങ്ങിയെടുത്ത് ഭൂരിഭാഗം ആൾക്കാരും ചൊറിച്ചിൽ പറയാറില്ല, പക്ഷെ ഇങ്ങനെ റെഡിഷ് ആയിട്ട് തടിച്ച് പൊന്തിക്കിടക്കും. അതും ഈ ഒരു കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസിൽ പെടുന്ന ഒരു സംഭവം തന്നെയാണ്. കുറച്ച് അവേഴ്സ് കഴിയുമ്പോൾ വിത്തൗട്ട് മെഡിസിനിൽ തന്നെ മാറിപ്പോകുന്നവരുണ്ട്, വിത്ത് മെഡിസിൻ കഴിച്ചത് മാറിപ്പോകുന്നവരും ഉണ്ട്. ബാക്കിയുള്ള കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസിലെല്ലാം തന്നെ പൊതുവേ കാണുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഇച്ചിങ് കാണും, ഇച്ചിങ്ങിന് ശേഷം ബേണിങ് കാണും, സ്വെല്ലിങ് കാണും. ചിലർക്ക് നമ്മൾ വിയർപ്പ് കുരു പോലെ തന്നെ തരിതരാന്ന് പൊങ്ങുന്ന അവസ്ഥ ചിലർക്കുണ്ടാകും, ചിലർക്ക് ബ്ലിസ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഈ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഒരു പേഷ്യൻ്റ് ഞാൻ ഓർക്കുന്ന, അയാൾ ട്രെയിനിനകത്ത് സ്ലീപ്പർ കോച്ചിൽ കിടന്നുറങ്ങിയിട്ട് തിരിച്ചു വന്നപ്പോൾ ദേഹം മുഴുവൻ തടിച്ചു പൊങ്ങിയിരിക്കുക. അയാൾക്ക് ആ സീറ്റിൻ്റെ ലാറ്റക്സ് അതാണ് അയാൾക്ക് അലർജി. എവിടെ ആ ഒരു മെറ്റീരിയൽ ഉള്ളിടത്ത് ഇയാൾ ടച്ച് ചെയ്താലും ഇയാൾക്ക് ഇങ്ങനെ സംഭവിക്കും. ഫേസ് വരെ അയാൾക്ക് തടിച്ചു പൊങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഓരോ കാര്യത്തിലും ഞാൻ പറഞ്ഞല്ലോ, ചില ഫുഡ് ഇതിൻ്റെ അകത്തൊക്കെയും വരും. അപ്പൊ ഇതിനൊക്കെയും പ്രോട്ടീൻ കൊണ്ടുള്ള അലർജിക് ഡെർമറ്റൈറ്റിസ് ആണെങ്കിൽ അതിൻ്റെ മെഡിസിൻ നമുക്ക് പൾസാറ്റിലെ നല്ലൊരു മരുന്നാണ്. അതായത് ഈ ഷെൽ ഫിഷ് പോലെയുള്ള ഫിഷുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദേഹത്ത് തടിപ്പും പൊങ്ങലും ഉണ്ടാകുന്നവർക്ക് പൾസാറ്റിലെ നല്ലൊരു മെഡിസിനാണ്. പിന്നെ സാധാരണ ഉള്ളതിന് ഈ സിംറ്റമാറ്റിക്കലിയാണ് നമ്മൾ ചെയ്യുന്നത്. റെഡിഷ് ആയിട്ട് പൊങ്ങുന്നിടത്ത് സൾഫർ വേണേൽ കൊടുക്കാം, റെക്സ്റ്റോസ് കൊടുക്കാം. റെക്സ്റ്റോസ് നല്ലൊരു മരുന്നാണ്, വളരെ പെട്ടെന്ന് തന്നെ അത് മാറിപ്പോകുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ ബ്ലിസ്റ്റേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് എന്താണ് വരുന്നത്, എപ്പിസാണോ അതോ പിന്നെ ഹെപ്പാർ സൾഫിന്റെ സ്റ്റേജിലോട്ട് പോകത്തില്ല, കാരണം പെട്ടെന്ന് തന്നെ വരും. ബെലഡോണ ഇതൊക്കെയാണേലും കൊടുക്കാം. അപ്പം അത് അലർജി കംപ്ലൈൻസിന് ഇങ്ങനൊക്കെ വരുമെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇത് തൽക്കാലം എന്തൊരു മെഡിസിൻ കൊടുത്താലും 1 or 2 days കൊണ്ട് അതങ്ങ് പോകും. അർട്ടിക്കേറിയ എന്ന് നമ്മൾ പറയുകയും ചെയ്യും അത്. പക്ഷെ ഇത് ബേസിക് ആയിട്ടുള്ള അലർജിക് നേച്ചറിലുള്ള എല്ലാവർക്കും എന്താ ഒരേ മെറ്റീരിയലോ അല്ലെ ഒരേ സർഫസിലിരിക്കുകയോ അല്ലെ ഒരേ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ വരാത്തത്. അപ്പൊ അവരിൽ ആ അലർജിക് ഡിസീസ് അതിൻ്റെ ആ ടെൻഡൻസി അവരിലുണ്ട്. അതുകൊണ്ടാണ് ഈ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസോ അല്ലെങ്കിൽ മറ്റുള്ള അലർജി കംപ്ലൈൻസോ ഉണ്ടാകുന്നത്. അതിന് ഡീപ്പ് ആക്ടിങ്, അതായത് എന്താണ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നനുസരിച്ച് ആ ഡീപ്പ് ആക്ടിങ് ഡ്രഗ് കൂടെ കൊടുത്താലേ പെർമനന്റ് ആയിട്ട് ആ ഒരു സംഭവം നമ്മുടെ ബോഡിയിൽ നിന്ന് മാറിപ്പോകത്തുള്ളൂ. സാധാരണ അലർജി കൊണ്ട് എസ്പെഷ്യലി മറ്റുള്ള സിസ്റ്റം മെഡിസിനിലേക്ക് പോയാലേ അവര് അത് ഫുള്ള് വെളിനാട്ടിലൊക്കെ ആണെങ്കിലും എന്തുകൊണ്ടാണ് അലർജിക് പാനൽ എന്ന് പറഞ്ഞ് അവരങ്ങ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത് അതെല്ലാം നിങ്ങൾ റിമൂവ് ചെയ്യണം. ഇനി അതുമായിട്ട് യാതൊരു കഴിക്കാനുള്ളതാണെങ്കിൽ ഫുഡ് ഐറ്റംസ് എല്ലാം മാറ്റുക, പൊടിയുള്ളിടത്ത് പോകരുത്, മാക്സിമം ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യുക എന്നൊരു കാര്യമല്ലാതെ ഇതെങ്ങനെയാണൊന്ന് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യുക എന്നുള്ള ഒരു കാര്യം ചെയ്തു കൊടുക്കില്ല. മെഡിസിൻസ് ഇല്ലാത്തതുകൊണ്ടാണോ അറിഞ്ഞുകൂടാ.
എനിവേ നമ്മൾ അത് ചെയ്യുമ്പോഴും താൽക്കാലികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറി വരാൻ വേണ്ടി കൊടുക്കുന്ന, ഇപ്പൊ തന്നെ അലർജിക് റൈനൈറ്റിസ് ആണെന്നിരിക്കട്ടെ, തുമ്മലും ചീറ്റലും മൂക്ക് വീഴ്ചിലും കണ്ണിയുറിച്ചിലും ചെവിയുറിച്ചിലും ഇതെല്ലാം കൂടെ ഉണ്ട്. നമുക്കറിയാം ഒരുപാട് മെഡിസിൻ ഉണ്ട് ഈ ഒരു റൈനൈറ്റിസിനുള്ള മരുന്നെന്ന് നമുക്ക് ധാരാളം എല്ലാവർക്കും അറിയാം. അതിന്റെ കൂടെ അക്യൂട്ടായിട്ട് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ എന്ത് വരും എന്നും കൂടെ നോക്കി അതുകൂടെ നമ്മൾ കൊടുത്താൽ മാത്രമേ അത് പെർമനന്റ് ആയിട്ട് ആ നേച്ചർ അങ്ങ് മാറിപ്പോകത്തുള്ളൂ. അല്ലാതെ ഒന്നിനെ നമുക്ക് അവോയ്ഡ് ചെയ്ത് ജീവിക്കാനായിട്ട് പറ്റുമോ? വേറൊരു സാഹചര്യത്തിൽ ചിലപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടുന്നെങ്കിൽ അവോയ്ഡ് ചെയ്ത് നടന്നാൽ അതിനൊരു പെർമനന്റ് ക്യൂർ ആകത്തില്ല. അപ്പൊ അലർജി കംപ്ലൈൻസ് ട്രീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അക്യൂട്ടായിട്ട് കൊടുത്തതിന് ശേഷം ഏതാണ് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ എന്ന് നോക്കിയിട്ട് അതിന്റെ ഒരു 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 പൊട്ടൻസി, അതായത് ഒരു വണ്ണമോ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് അത് കൊടുത്താൽ മാത്രമേ ആ ഒരു നേച്ചർ നമ്മളിൽ നിന്ന് മാറിപ്പോകത്തുള്ളൂ. ഒരു കൊച്ചുകുട്ടിയുടെ കാര്യം ഇപ്പൊ ഞാൻ ഓർക്കുകയാണ്. അവനൊരു 3 ഇയേഴ്സേ ഉള്ളൂ. കേസ് ഷെയർ ചെയ്യണോ ഇപ്പൊ? എന്തോ ഡോക്ടർ പറഞ്ഞ കേസ് ഷെയർ ചെയ്യണോ? അയച്ചു തന്ന കേസ് ഉണ്ട് അത് ഷെയർ ചെയ്യണം. അതിപ്പം പറയും ഞാൻ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ആണ്. അപ്പൊ ആ സമയത്ത് ഷെയർ ചെയ്യണം. അത് ഡോക്ടർ ചെയ്തോളാവോ? അത് ഡോക്ടർ കയ്യിലുണ്ടോ? അതോ എന്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ അത് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. ഓക്കെ ഓക്കെ ശരി. അപ്പോ ഒരു 3 ഇയേഴ്സ് ഉള്ള ഒരു ആൺകുട്ടിയാണ്. അവന് എൻ്റെ അടുത്ത് വരുമ്പോ തീരെ വെയിറ്റ് കുറഞ്ഞ് ഒരു 7 കിലോ തന്നെ ഉണ്ടോന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പം ദുബായിലാണ് അവരുടെ ഫാദറും മദറും എല്ലാം. കുട്ടി അവിടെ തന്നെ ആയിരുന്നു. ഇവന് ഒരു ആഹാരവും ടെസ്റ്റ് ചെയ്ത് ഇവരുടെ അലർജിക് പാനൽ നോക്കിയപ്പം ഒരു സംഭവം കഞ്ഞി മാത്രം, കഞ്ഞി ഉപ്പിട്ട്, ഇതല്ലാതെ തേങ്ങ കൊണ്ടുള്ള കാര്യങ്ങൾ പോലും ഇവന് കൊടുക്കാൻ പറ്റത്തില്ല. ഒരു സംഭവവും പ്രത്യേകിച്ച് ഇത് മാത്രം, ഈ 3 നേരം ഈ കൊച്ചു കുഞ്ഞിന് ഇത് മാത്രം കൊടുത്താലേ അവന് അത് എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും? എല്ലാ ഓർഗനും വലുതായി വരേണ്ട ഒരു അവസ്ഥ, അതുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ കറക്റ്റായിട്ട് പോവുകയും ചെയ്യേണ്ട ഒരു കുട്ടിയാണ്. അപ്പം ഇത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതല്ലാതെ ആ ഡിസീസ് നമ്മൾ മാറ്റി കൊടുത്താൽ അവർക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാം. സാധാരണക്കാർ ഉപയോഗിക്കുന്ന എല്ലാ സാഹചര്യത്തിൽ കൂടെയും കടന്നു പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അലർജി കംപ്ലൈൻസിന് എപ്പോഴും ഡീപ്പ് ആക്ടിങ് ആയിട്ടുള്ള മെഡിസിൻ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കൊടുക്കണം എന്ന് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് സാധാരണയായിട്ട് ഡ്രൈ സ്കെയിലി സ്കിന്ന് വരാറുണ്ട്. നല്ല ഇന്റൻസ് ഇച്ചിങ് ആയിരിക്കും. വാംതിലും അതുപോലെ അഗ്രവേഷൻ നൈറ്റില് ബെഡിന്റെ ഒക്കെ ചൂട് വന്നാൽ നന്നായിട്ട് ചൊറിച്ചിൽ കൂടും. സ്കിന്ന് അൺഹെൽത്തി ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ നമുക്ക് സൾഫർ കൊടുക്കാം. അതുപോലെ തന്നെ റെഡ് സൊള്ളൻ സ്കിന്ന്, ഇത് നോർമലി റെക്സ്റ്റോസ് കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റാണ്. റെക്സ്റ്റോസും ബെല്ലും കൂടെ കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ ഈ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് അക്യൂട്ടായിട്ട് ആ ഒരു അവസ്ഥ വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് മാറിക്കിട്ടും. ഗ്രാഫൈറ്റിസ് കൊടുക്കാം. അതൊക്കെ ഇറപ്ഷൻസ് പിന്നെ ഊസിയായിട്ടും ബ്ലിസ്റ്റേഴ്സ് വന്നിട്ട് റഫ് സ്കിന്നായിട്ട് മാറുന്ന അവസ്ഥയിൽ അത് ക്രാക്കും ഉണ്ടാകും. അവിടാണ് നമുക്ക് ഗ്രാഫൈറ്റിസ് വളരെയധികം സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ പെട്രോളിയം ഗ്രാഫൈറ്റിസും എപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിസ്റ്റേക്ക് വരുന്നതാണ് ഈ 2 മെഡിസിൻസും. ഇത് എക്സസീവ്ലി ഡ്രൈ ആയിരിക്കും, റഫാണ്, ക്രാക്ഡ് സ്കിന്ന്. ഇതിനുള്ള ഒരു കാര്യം, പെട്രോളിയത്തിനുള്ളത് ബ്ലീഡ് ചെയ്യും, അങ്ങ് പസി ഫോർമേഷനിലോട്ട് പോകത്തില്ല. അതേസമയം ഗ്രാഫൈറ്റിസിന് പസ് ഉണ്ടാകാനുള്ള അവസ്ഥ പലപ്പോഴും കാണാറുമുണ്ട്. ആ സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് ഇതിനെ രണ്ടിനെയും വേർതിരിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മിസീറിയം നല്ലൊരു മെഡിസിൻ ആണ്. അതിന്റെ തിക്കായിരിക്കും ക്രിസ്റ്റി, അതിന്റെ അടിയിൽ എപ്പോഴും പസ് ഉണ്ടായിരിക്കും. എവിടെങ്കിലും ആ ക്രിസ്റ്റിന് ഒരു ചെറിയ പൊട്ടലുണ്ടായ പസ് പുറത്തോട്ട് വരുന്നതായിട്ട് കാണാം. ഇല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താലും വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മിസീറിയമാണ് മെഡിസിൻ. വേറെ ഒരു മരുന്നിനെ കുറിച്ച് അന്നേരം ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നേട്രമോർ നല്ലൊരു മെഡിസിനാണ്. അത് വിയർപ്പ് കുരു പോലെ നിൽക്കും. അങ്ങനെ കിട്ടുന്ന സ്കിന്നിന്റെ കംപ്ലൈൻസിൽ ഞാൻ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസിന്റെ കാര്യമാണ് പറയുന്നത്. നേട്രമോർ വളരെ ഉപകാരപ്രദമായിട്ട് നമുക്ക് നിൽക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ സ്ട്രെസ് റിലേറ്റഡ്, നേട്രമൂറിന് എപ്പോഴും സ്ട്രെസ്സാണ്. ആ സ്ട്രെസ് വരാൻ തന്നെ കാരണം മറ്റുള്ളവരെന്ത് വിചാരിക്കും, അതാണ് ഓൾവേസ് തിങ്ക് ചെയ്യുന്നത്. എന്തൊരു കാര്യം ചെയ്താലും അവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് ഇവർക്ക് സ്ട്രെസ് ഒഴിയത്തേ ഇല്ല.
അപ്പൊ ഇവർക്ക് പെട്ടെന്ന് ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു വലിയ, ഞാൻ ബാക്കി ഇത് കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് പറയാം, മെന്റൽ കംപ്ലൈൻസും സ്ട്രെസ്സും ഒക്കെ വരുന്ന അവസ്ഥ. സ്ട്രെസ് വരുന്നവർക്ക് പെട്ടെന്നാണ് സ്കിൻ ഡിസീസ് ഉണ്ടാകുന്നത്, ഒരുപാട് സ്ട്രെസ് എടുക്കുന്നവർക്ക്. അപ്പൊ ഈ നേട്രമൂർ എന്ന് പറയുന്നവർക്ക് മിക്കവാറും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ സ്കിന്നിന്റെ കംപ്ലൈന്റ്, ഇനി അതല്ലെങ്കിൽ ഡാൻഡ്രഫ് എങ്കിലും തിക്കായിട്ട്, അത് നേട്രമൂർ സെപ്പിയായുമാണ് ഡാൻഡ്രഫിന് തിക്കായിട്ട് കാണപ്പെടുന്ന ആൾക്കാര്, അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മരുന്നാണ് നേട്രമൂർ എന്ന് പറയുന്നത്. ആഴ്സാൽബ് പ്രയോജനപ്പെടും. ഇച്ചിങ്ങിനും ഡ്രൈ സ്കിന്നിനും ഒക്കെ തന്നെ വളരെ റെസ്ലെസ്സും ആയിരിക്കും ആഴ്സാൽബിന്റെ പേഷ്യൻസ്. ഇതെല്ലാം തന്നെ ഈ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസിന്റെ കാര്യത്തിൽ. പക്ഷേ അലർജി കംപ്ലൈൻസ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് അക്യൂട്ടായിട്ട് കൊടുത്താൽ മാത്രം പോരാ, തൽക്കാലം നിൽക്കും, വീണ്ടും 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 അത് വരും പിന്നെ ആ സാഹചര്യത്തിൽ. അപ്പൊ അവർ വീണ്ടും ഇതൊക്കെയാണ് നേരത്തെ പറഞ്ഞതിന്റെ ആൻസർ. ഹോമിയോപ്പതി മെഡിസിൻ കഴിച്ചിട്ടും അല്ലെങ്കിൽ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് എടുത്തിട്ടും വീണ്ടും അത് വരുന്നല്ലോ, ഇതൊരു ആകെ ക്യൂർ എന്ന് എഴുതി വെച്ചേക്കുന്ന ഒരു സിസ്റ്റം ഇത് മാത്രമേ ഉള്ളൂ, വീണ്ടും എന്താ വരുന്നത് എന്നുള്ള ചോദ്യം വരുന്നതിന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയും കൂടെ കൊടുത്ത് അതിൻ്റെ ഒരു പെർമനന്റ് ക്യൂർ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുക. ഇനി ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പാരസൈറ്റ്സ്, ഇതൊക്കെ കൊണ്ടും സ്കിന്നിന്റെ പുറത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. അത് കൂടുതലും സ്റ്റഫൈലോക്കൊക്ക, സ്ട്രെപ്റ്റോക്കൊക്കെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പറ്റുന്നത് കട്ടോ വൂൺസോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ക്ലീൻ ആയിട്ട് അത് ഹൈജീനിക് ആയിട്ട് നോക്കുകയും മെഡിസിൻസ് കഴിച്ച് പെട്ടെന്ന് അത് ക്യൂർ ചെയ്യുകയും, ഡയബറ്റസ് പേഷ്യൻ്റ് ഒക്കെ ആണെങ്കിൽ ഷുഗറിന്റെ അളവ് വളരെ കുറഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്നൊരു മുറിവിനൊരു കരിവ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഇത് ഒരു പേഷ്യന്റ് നമ്മുടെ മുമ്പിൽ ഒരു സ്കിൻ കംപ്ലൈന്റ് ആയിട്ട് വരുമ്പോൾ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഈ ഡയബറ്റസ് ആണോ എന്നുള്ള ഒരു കാര്യം. കാരണം ഷുഗറിന്റെ ലെവല് ഏകദേശമെങ്കിലും ഒന്ന് നോർമലായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്യൂറിങ് വളരെയധികം നീണ്ടുപോകും. അപ്പൊ വളരെ പെട്ടെന്ന് ഷുഗറിന്റെ ലെവൽ കുറച്ചുകൊണ്ട് വേണം നമ്മൾ ബാക്കിയുള്ള മെഡിസിൻസ് കൊടുക്കാൻ, ആ സ്കിൻ ഡിസീസിനുള്ള മെഡിസിൻസ് കൊടുക്കാൻ. ഒബേസിറ്റി ഒക്കെ ഉള്ളവർക്കാണ് ഈ സ്കിന്നിന്റെ കൂടുതലും പ്രോബ്ലംസ് ഉണ്ടാകാൻ കാരണമാകുകയും അങ്ങനെയുള്ളവർക്കാണ് ഡിലേ ആയിട്ട് വൂണ്ട് ഹീലിംഗ് നടക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷനകത്ത് ഇമ്പറ്റിഗോ എന്ന് പറയുന്ന, അതായത് യെല്ലോയിഷ് ഹോണി കളേർഡ് ക്രസ്റ്റ് ആയിരിക്കും, നമുക്ക് കാണാം ശരിക്കും യെല്ലോയിഷ് ആയിട്ട്. ഇത് തേൻ അതിൻ്റെ അറ്റത്ത്, ഈ ഇറപ്ഷൻസിന്റെ അറ്റത്ത് പറ്റി നിൽക്കുകയാണോ എന്ന് നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഉള്ള സ്കിന്നി ഇറപ്ഷൻസ് കറക്റ്റായിട്ട് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ സെല്ലുലൈറ്റിസ്, ഇതെല്ലാം ബാക്ടീരിയൽ ഇൻഫെക്ഷനിൽ വരുന്ന ഒരു കാര്യമാണ്. ഈ സെല്ലുലൈറ്റിസിലും അവിടെ ഇൻഫെക്ഷൻ ഡീപ്പർ ലെയർ ഓഫ് സ്കിന്നിലാണ് വരുന്നത്. അവിടെ നമുക്ക് റെഡ്നെസ്സും സ്വെല്ലിങ്ങും ഹീറ്റും ഒക്കെ തന്നെ നമുക്ക് കാണാം. സാധാരണ നമ്മൾ എപ്പിസോ അല്ലെങ്കിൽ ബെലഡോണയോ ഒക്കെ കൊടുത്താൽ തന്നെ ആ സെല്ലുലൈറ്റിസ് നമുക്ക് വളരെ പെട്ടെന്ന് മാറിക്കിട്ടും. ഫോളിക്കുലൈറ്റിസ്, അത് സ്കിന്നിന്റെ ഫോളിക്കിൾസിലാണ് അതുണ്ടാകുന്നത്. അതിന് കൂടുതലും നേട്രമൂറാണ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിന്. പിന്നെ ഇതെല്ലാം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ബോയില്, സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന ബോയിൽസ്, ബമ്പ് പോലെ അതുണ്ടായിട്ട് അത് അതിൻ്റെ അകത്ത് ചിലപ്പം ഫ്ലൂയിഡ് ആയിരിക്കും, വെറും വെള്ളമായിരിക്കാം, അല്ലെങ്കിൽ അത് 3-4 ദിവസം കഴിയുമ്പോൾ പസ് ഫോർമേഷൻ ആകും. ഇതെല്ലാം തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനായിട്ട് നമ്മുടെ സ്കിന്നിന്റെ പുറത്തുണ്ടാകുന്ന ഡിസീസുകളാണ്. ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നല്ല ഹൈജീനിക് ആയിട്ട്, അതായത് ഒരു കട്ടോ ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫർദർ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇന്ന് ഒരുപാട് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഹോമിയോപ്പതിക്കകത്തുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒരുപാട് എക്സ്റ്റേണൽ ആപ്ലിക്കേഷന് പോകുന്നതും ശരിയല്ല. എന്നിരിക്കലും തൽക്കാലം ഒന്ന് പെട്ടെന്ന് തന്നെ കലൻഡുല ഓയിൻമെന്റ് ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. എളുപ്പം ആ കട്ട് ആൻഡ് വൂൺസ്, കലൻഡുലയ്ക്കുള്ള ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ആ വൂണ്ട് ഹീല് ചെയ്ത പാട് പോലും അവിടെ ഉണ്ടാകത്തില്ല. അത്രയ്ക്കും സർജൻസ് ഒക്കെ തന്നെ ആണെങ്കിലും കലൻഡുല പിന്നെ മദർ ടിഞ്ചർ വെച്ചിട്ട് അത് അപ്ലൈ ചെയ്തിട്ട് അവർ സ്റ്റിച്ച് ചെയ്യുന്ന അവസരത്തിൽ ചെയ്യുന്നു എന്നാ പറയുന്നത്. അപ്പൊ ആ പാട് വരാതിരിക്കാൻ വേണ്ടി വളരെയധികം നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ചിക്കൻ പോക്സ് ഒക്കെ വന്നിരിക്കുന്ന ആൾക്കാർക്കും ആ പാട് വരാതിരിക്കാൻ കലൻഡുല ക്രീം ഇപ്പം ധാരാളമായിട്ട് അവൈലബിൾ ആണ്, പേറ്റന്റ് ആണ്, അത് നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു വൂണ്ടൊക്കെ വന്നാൽ വളരെ ക്ലീൻ ആയിട്ട് നോക്കണം. അതുപോലെ ഓപ്പൺ സ്പേസിൽ, അതായത് കുളത്തിലൊക്കെ കുളിക്കാൻ ഇന്ന് പിന്നെ അങ്ങനെ ആരും തന്നെ പോകത്തില്ല. ഈവൻ ഇത് സ്വിമ്മിംഗ് പൂളിൽ പോയാലും വളരെ അവരത് നല്ല രീതിയിൽ സൂക്ഷിക്കാത്ത സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി കുളിച്ചാലും ഈ കട്ട് ആൻഡ് വൂൺസിൽ കൂടെ വീണ്ടും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നിട്ട് വീണ്ടും അതൊരു പസ് ഫോർമേഷനിലേക്ക് പോകാൻ കാരണമാണ്.
അപ്പൊ ഇത് കൂടുതലും പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഹൈജീനിക് ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ അന്നേരമുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ കഴിക്കുക. ബെലഡോണായും ഹെപ്പാർ സൾഫും കാൽക്കേരിയ സൾഫ് നല്ലൊരു മെഡിസിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യെല്ലോ ഹോണി കളയുടെ ഇമ്പറ്റിഗോ എന്ന് പറയുന്ന അതിന് കാൽക്കേരിയ സൾഫ് 3x ത്രൈസിനേഡെ കൊടുത്താൽ വളരെയധികം നല്ല പ്രയോജനം കിട്ടുന്ന ഒരു മെഡിസിനാണ്. അത് എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി 3x എന്ന് പറയുന്ന പൗഡർ ഫോമിലാണ് കിട്ടുന്നത് കാൽക്കേരിയ സൾഫർ. ആഴ്സനിക് ആൽബം ഉണ്ട്, അതിന് ബേണിംഗ് പെയിനും ആഴ്സനിക് പേഷ്യൻസിന്റെ എപ്പോഴും നമുക്കറിയാം ആങ്സൈറ്റി അവരിലുണ്ടാകും. കലൻഡുല എക്സ്റ്റേണൽ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാൻ നല്ലതാണ്, ഞാനത് പറഞ്ഞു. ഇച്ചിനേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയും കൂടെ വർദ്ധിപ്പിക്കുന്ന ഒരു മെഡിസിനാണ് ഇച്ചിനേഷ്യ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ഹെർപ്പസ് സിർസിനേറ്റസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, ഒരു 10-12 വയസ്സുള്ള ഒരു ബോയ് കുട്ടിയെ കൊണ്ടുവന്നപ്പം അവന്റെ ദേഹത്തെല്ലാം വട്ടത്തിലാണ്, അത് നമുക്കറിയാം, പൂത്തു നിൽക്കുന്ന പോലെ ബോഡി ഫുള്ള്. അതിലെ ഇന്റേണൽ മെഡിസിൻ ഞാൻ കൊടുത്തത് സെപ്പിയായും ബാസിലിനുവാ കൊടുത്തത്. ഇതിന്റെ രണ്ടിനും ഹെർപ്പസ് സിർസിനേറ്റസ് പറയുന്നുണ്ട്. ബിഫോർ ഫുഡ് ത്രൈസിനേഡെ സെപ്പിയ 200ഉം ആഫ്റ്റർ ഫുഡ് ത്രൈസിനേഡെ തന്നെ കൊടുത്തു, ബാസിലിനും കൂടെ കൊടുത്തു. അതിന്റെ കൂടെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇച്ചിങ്ങി പറഞ്ഞപ്പോൾ ഈ ഇച്ചിനേഷ്യ ടിഞ്ചറല്ല 3x കൊടുത്തത്. ഇച്ചിനേഷ്യ 3x ഒരു 4-5 ഡ്രോപ്സ് അതും 3 ടൈംസ് കൊടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പം ഇച്ചിനേഷ്യ കൊടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ, അതായത് മറ്റേത് വന്നതിന്റെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ചൊറിച്ചിലുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഇച്ചിനേഷ്യ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഒരു 2-3 ഡേയ്സ് കൊണ്ട് തന്നെ അതിന്റെ ഒരു 80% മാറിയതായിട്ട് കണ്ടു. അതായത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും കൂടെ എസ്പെഷ്യലി സ്കിൻ ഡിസീസിന് പറ്റിയ ഒരു മെഡിസിനാണ് ഇച്ചിനേഷ്യ എന്ന് പറയുന്നത്. അതിന്റെ 3x ആണ് വളരെ യൂസ്ഫുൾ ആയിട്ട് കാണുന്നത് സ്കിൻ കംപ്ലൈന്റില്. മെർക്സോൾ ഉണ്ട്. മെർക്സോളിന്റെ പിന്നെ സ്കിൻ അറിയാമല്ലോ, എപ്പോഴും പസ്സുള്ളതായിരിക്കും മെർക്സോളിന്റെ ഇറപ്ഷൻസ്. സൊള്ളനായിരിക്കും. അതുപോലെ ലിംഫ് നോട്ട്സ് വരെ സ്വെല്ല് ചെയ്ത്, കാരണം എന്ന് വെച്ചാൽ അതിന്റെ ഇൻഫ്ലമേഷൻ ഇച്ചിരി തീവ്രമാണ്. പസ്സി ഫോർമേഷൻ 2nd and 3rd സ്റ്റേജിലോട്ട് പോകുന്നതുകൊണ്ടാണ് അത് പറ്റുന്നത്. സൈലീഷ്യ ഉണ്ട്, സപ്പറേഷൻ സൈലീഷ്യയ്ക്കും ഉണ്ടാകും. അതുപോലെ റെക്കറൻസി ഉണ്ടാകുന്ന ഒരു സംഭവമാണ് സൈലീഷ്യ എന്ന് പറയുന്ന ഒരു മെഡിസിൻ. റെക്കറൻസി ഇല്ലാതാക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നാണ് സൈലീഷ്യ. ടാരൻറ്റുല ഉണ്ട്, അത് പർപ്പിൾഷ് ബ്ലൂ ഡിസ്കളറേഷൻ ആണ് അത് കൂടുതലും ഉണ്ടാകുന്നത്. ചതവൂടെ വന്നിട്ടുള്ള കട്ട് ആൻഡ് വൂൺസിലാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. സ്റ്റിങ്ങിങ്ങും ബേണിങ്ങും ഒക്കെ പെയിന് ഇതിന് ഉണ്ടാകും. വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. വൈറസ് ഉണ്ടാകുന്നതും ഇതേ രീതിയിൽ തന്നെ റാഷസും ബ്ലിസ്റ്റേഴ്സും ലീഷൻസും ഒക്കെയാണ് ഉണ്ടാകുന്നത്. അതിലെ നമുക്കറിയാം ചിക്കൻ പോക്സ് ഒരു നമ്പർ 1 ഡിസീസാണ്. വാട്സ്, ഹെർപ്പസ് ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ഈ വൈറസ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സ്കിൻ കണ്ടീഷൻസ് ഉണ്ടാകുന്നത്. അതിലെ ചിക്കൻ പോക്സിൽ നമുക്കറിയാം ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാകുന്നത്. അതിന് ഫസ്റ്റ് 3-4 ഡേയ്സിൽ ഫീവറും ഹെഡേക്കും ഒക്കെ ഉണ്ടാകും. അതിന്റെ കൂട്ടത്തിൽ വെള്ളം വെച്ചിട്ട് തന്നെ, അതായത് ആ ബ്ലിസ്റ്റേഴ്സിനകത്ത് പ്ലെയിൻ വാട്ടർ ഉണ്ടാകും. അത് സ്ലോലി ഒരു 5-6 ഡേയ്സ് കഴിയുമ്പോഴാണ് പസ് ഫോർമേഷൻ ഉണ്ടാകുന്നതും പൊട്ടിപ്പോവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ചിക്കൻ പോക്സിന്റെ ഓരോ സ്റ്റേജിലും കൊടുക്കേണ്ട മെഡിസിൻസ് നമുക്കറിയാം. തുടക്കത്തിലെ ഫീവറും ഇൻഫ്ലമേഷന്റെ എല്ലാം ഉള്ളത് കൊണ്ട് ആഴ്സാൽബോ റെക്സ്ട്രോസോ ഒക്കെ നമ്മൾ കൊടുക്കും. റെക്സ്ട്രോസ് എപ്പോഴും നല്ലതാണ്, പെട്ടെന്നാണ് ഇച്ചിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയും റെസ്റ്റ്ലെസ്നെസ്സും മാറി കിട്ടുന്നത്. 2nd സ്റ്റേജ് ഒക്കെ ആകുമ്പോഴത്തേന് ഹെപ്പാർ സൾഫാണ് ഏറ്റവും നല്ലത്. ഒരു ഹെപ്പാർ സൾഫ് മാത്രം കൊടുത്താൽ മതി. 200 ടോയ്സോ ത്രൈസോ ഒക്കെ കൊടുത്താൽ ഒരു 3-4 ഡേയ്സ് കൊണ്ട് തന്നെ ആ വൂണ്ടുകളെല്ലാം തന്നെ ഓരോരോ ബ്ലിസ്റ്റേഴ്സും ഉണങ്ങി തന്നെ നമുക്ക് കിട്ടും. അതുപോലെ വാട്സ്, അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. വാട്സ് സ്കിൻ ഗ്രോത്ത് ആണ്. അതിന് ഫേസിലും കയ്യിലും ഒക്കെയുള്ള, അതുപോലെ ഹെയർ ലൈനിലും ഒക്കെയുള്ള വാട്സ് ഫോം ചെയ്യുന്നതിന് ഓരോന്നിനും സെപ്പറേറ്റ് ആണ് മെഡിസിന്. ഹെയർ ലൈനിൽ ഉണ്ടാകുന്ന വാട്സിന് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിനാണ് കാൽക്കേരിയ കാർബുണ്ട്, നേട്രമൂറുണ്ട്, ഇതുണ്ട്, ഡൾക്യാമറ ഉണ്ട്. ഇതൊക്കെ ഡൾക്യാമറയ്ക്ക് നല്ല ആക്ഷനാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ആ നെറ്റിയുടെ ആ ഭാഗത്തും ഹെയർ ലൈനിലും ഉണ്ടാകുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഡൾക്യാമറ എന്ന് പറയുന്ന മെഡിസിൻ. അതുപോലെ ഇതിന് ഈ കണ്ടീഷൻ, ഈ വൈറൽ കണ്ടീഷനിൽ നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നത് സെയിം അതുപോലെ തന്നെ സിംറ്റംസ് എടുത്ത് റെക്സ്ട്രോസും സൾഫറും
ഗ്രാഫൈറ്റിസും അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായ പോലെ തന്നെ ഹോമിയോപ്പതി മെഡിസിൻ ആകുമ്പോൾ നമുക്ക് ഇന്ന ബാക്ടീരിയ വൈറസ് ആണ് അങ്ങനെയൊന്നും സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഫുള്ളി ആ സിംറ്റംസ് എടുക്കുന്നത് കൊണ്ട് പിന്നെ ഞാൻ കോമൺ ആയിട്ട് സ്കിന്നിന്റെ ഡിസീസ് ഏതൊക്കെ തരത്തിൽ വരും എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഓരോന്നും എടുത്ത് പറയാൻ കാരണം. അല്ലെങ്കിൽ സിംറ്റമാറ്റിക്കലി നമ്മൾ അങ്ങ് കൊടുത്താൽ മതി. കൊടുത്തു കഴിയുമ്പോൾ തന്നെ അത് നമുക്കറിയാം. പ്രത്യേകിച്ച് ഹോമിയോപ്പതി മെഡിസിൻ ആയതുകൊണ്ട് അവരുടെ ടോട്ടലുള്ള ഒരു ഹെൽത്തിനോടാണ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നത് ആ ഡിസീസ് മാറുന്നതോടുകൂടി തന്നെ. അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാം. ഫംഗസ് കൂടുതലായിട്ട് നമ്മളിൽ കാണപ്പെടുന്നത് ഡാൻഡ്രഫ് ആണ്. അത് ചിലർക്ക് തലയിൽ മാത്രമല്ല പുരികത്തിലും കണ്ണിന്റെ പീലിയിലും ആക്സിലായിലെ ഹെയറിലും ഒക്കെ തന്നെ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കാണാറുണ്ട്. അതും അലർജിക് ബേസിസ് ആയിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷന് വളരെ വലിയ സ്കെയിൽസ് പോലെ പൊളിഞ്ഞ് തലേന്ന് പൊളിച്ച്, മറ്റേതങ്ങനല്ല ചീപ്പോട്ട് ചെയ്യുവാണെങ്കിൽ അതങ്ങ് പൊടി പോലെ പോകത്തുള്ളൂ. ഇതങ്ങനല്ല, ഓരോ വലിയ വലിയ സ്കെയിൽസ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണാം. അത് അലർജി ബേസിസ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ബേസിക് ആയിട്ട് അലർജിയുടെ ട്രീറ്റ്മെന്റൂടെ കൊടുക്കാതെ അതിനെ നമ്മൾക്ക് കംപ്ലീറ്റ് ക്യൂർ കിട്ടില്ല. പ്രത്യേകിച്ച് ഫംഗസ് ആകുമ്പോഴത്തേന് ഇത്തിരി മറ്റുള്ള ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷനേക്കാൾ ഇച്ചിരി പ്രൊലോങ് ചെയ്തു പോകും. ആ പ്രൊലോങ് ചെയ്യാൻ തന്നെ കാരണം ഇതൊരു ചെടി ആയതുകൊണ്ട് അതിന്റെ ചെടിയെ നമ്മളങ്ങ് പറിച്ചു കളഞ്ഞാലും അതിന്റെ വിത്തുകൾ അവിടെ ഉണ്ടെങ്കിൽ വീണ്ടും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള, അതായത് അഴുക്ക് അവിടെ ഇരിക്കുക, വൃത്തിയായിട്ട് കുളിക്കാതിരിക്കുക, എണ്ണ അഴുക്കും എല്ലാം കൂടെ പറ്റിയിരിക്കുക, ഇങ്ങനെയുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള സാഹചര്യത്തിൽ വീണ്ടും തഴച്ചങ്ങ് വളരും. അതുപോലെ ഡാൻഡ്രഫിന് ട്രീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അവരോട് പറയേണ്ട കാര്യമുണ്ട്, ഡെയിലി നമ്മൾ, കാരണം യൂസ് ചെയ്യുന്ന ടവല്, ഡെയിലി ആ ടവല് നമ്മൾ ബാത്ത് ചെയ്ത് തോർത്തി കഴിഞ്ഞതിന് ശേഷം സോപ്പിട്ട് കഴുകുക. ചീപ്പും അത് 2 സോപ്പിട്ട് വൃത്തിയായിട്ട് നന്നായിട്ട് ഉണക്കി വെക്കണം. അല്ലെങ്കിൽ വീണ്ടും 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 നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇത് തന്നെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു ഫംഗൽസ് വീണ്ടും തലയിലോട്ട് ചെന്ന് നമുക്കത് ട്രീറ്റ്മെന്റിൽ പ്രയോജനമില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തും. എപ്പോഴും തന്നെ ഇനി സ്കിൻ കണ്ടീഷൻ വരുമ്പോൾ ഹൈജീനിക് കാര്യങ്ങളോട് എങ്ങനെ നമ്മൾ അത് പോകണം എന്നുള്ളത് വ്യക്തമായിട്ട് ആൾക്കാരിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവയർനെസ് ഇല്ലാതെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് ഡോക്ടേഴ്സിനോട് ഒരു കാര്യം പറയാൻ പോലും പറ്റുന്നില്ല. ഇത് മുഴുവൻ ഞങ്ങളുടെ കാര്യം പറഞ്ഞാലല്ലേ ഞങ്ങളെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പം നമ്മൾ ലിസൺ ചെയ്യണം. അവർ പറയുന്ന അവരുടെ കംപ്ലൈൻസ് മുഴുവൻ കേട്ടിട്ട് അത് എന്നിട്ട് വേണം അവർക്ക് അവയർനെസ്സും കൊടുക്കുക, ദെൻ ട്രീറ്റ്മെന്റും കൊടുക്കുക. അപ്പോഴേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പഴയ ആൾക്കാർ പലതും പറഞ്ഞതനുസരിച്ച് ഹോമിയോപ്പതി പ്രൊലോങ് ചെയ്തു പോകുന്ന ട്രീറ്റ്മെന്റ് ആണ്, ലേറ്റ് ആയിട്ടേ അതിന്റെ ഫലം കിട്ടത്തുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പബ്ലിക്കിന്റെ മനസ്സിനകത്ത് ഇരിപ്പുണ്ട്. അപ്പൊ അതിന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സ്പീഡിൽ തന്നെ വരും, പക്ഷെ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നുള്ളത് അവർക്ക് കറക്റ്റായിട്ട് അവയർനെസ് കൊടുക്കുക എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഈ ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പം ഡിസ്കളേർഡ് നെയിൽസിലും കൂടെ വരും. നെയിൽസിലുള്ള ഡിസ്കളറേഷൻ വരിക, പീലിംഗ് ഉണ്ടാകുക, വൈറ്റ് പാച്ചസ് ഉണ്ടാകുക, ഓറൽ ത്രഷ്, മൗത്ത്, അവിടൊക്കെയും കൂടുതലും ഫംഗസിന്റെ പ്രശ്നം വരുന്നത് തന്നെ ഹൈജീനിക് കൺസെപ്റ്റ് കുറയുമ്പോഴാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇമ്മ്യൂണിറ്റി കുറയുന്ന ഒരു അവസരത്തിലാണ് ഇതിനെല്ലാം തന്നെ നമ്മുടെ ബോഡിയിൽ കയറി പിടിച്ച് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള അവസ്ഥ ഉണ്ടാകുന്നതും. ഇതിന് പ്രിവെൻഷനായിട്ട് നമുക്ക് ബാക്കി മെഡിസിൻ ഞാനിപ്പോൾ പലതും പറഞ്ഞു. ഡാൻഡ്രഫ്, എസ്പെഷ്യലി ഡാൻഡ്രഫിന്റെ കേസിൽ നേട്രമൂറും സെപ്പിയായും ഇത് രണ്ടുമാണ് വളരെ എഫക്റ്റീവായിട്ട് കാണുന്ന മെഡിസിന്. അത് രണ്ടും ഹയർ പൊട്ടൻസി തന്നെ വണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് കൊടുത്തിട്ട് അപ്പോഴുള്ള ഇച്ചിങ്ങിനോ ആ നേച്ചർ അനുസരിച്ച് ബാക്കിയുള്ള കംപ്ലൈൻസിനോ ഒക്കെ തന്നെ അക്യൂട്ടായിട്ട് വേറെ എന്തെങ്കിലും മെഡിസിനും കൂടെ കൊടുക്കാൻ സാധിക്കും. പക്ഷെ ഇത് രണ്ടും വളരെ സ്പീഡിൽ നമുക്ക് ക്യൂർ കിട്ടുന്ന സംഭവമാണ് ഇതിന്റെ രണ്ടിന്റെ ഹയർ പൊട്ടൻസീസ് കൊടുത്താൽ. സെപ്പിയ വളരെ എഫക്റ്റീവാണ്. ഇതിനൊക്കെ പ്രിവെൻഷനാണ്. അതായത് ഡ്രൈ ക്ലീൻ ആയിട്ട് എപ്പോഴും ബോഡി ആണെങ്കിലും നമ്മുടെ ഹെയർസ് ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുക. നെയിൽസ് ഒക്കെ തന്നെ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് നെയിലിനെ വൃത്തിയായിട്ട്, കാലിന്റെ ഒക്കെ നഖത്തിൽ എപ്പോഴും അഴുക്കൊക്കെ കയറിയിരിക്കുന്ന പ്രത്യേകിച്ച് ഡയബറ്റിസ് പേഷ്യൻസ് വളരെയധികം അത് ഉരച്ച് വൃത്തിയാക്കി കഴുകാൻ ശ്രമിക്കുക. ഈ ഒരു സീസണിൽ സ്കിൻ ഡിസീസിന്റെയും അലർജിയുടെയും ഒരു സീസണാണ് ഈ വിന്റർ സീസൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ സമയം നമ്മൾ വളരെയധികം നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. എപ്പോഴും തന്നെ നല്ല ഓയിൽ ഉപയോഗിച്ച് സ്കിന്നിനെ സ്മൂത്ത് ആക്കിയും ഡ്രൈനെസ് മാറ്റി വെക്കാനും ഒക്കെ തന്നെ. ഓയിൽ എന്ന് പറയുന്നത് നമുക്കൊരു പ്രൊട്ടക്ഷനും കൂടെ തരുന്ന ഒരു സംഭവമാണ്. അതുപോലെ ചിലർക്ക് നല്ല ഓയിലി ഫേസും ഓയിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോഡിയുണ്ട്. അങ്ങനെയുള്ളവര് ലൈറ്റ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് ആ
സെബവും സ്വെറ്റും എല്ലാം കൂടി ഇരുന്നിട്ട് പിമ്പിൾസ് വരാനോ ഒന്നുമുള്ള അവസരം കൊടുക്കാതെ സ്കിന്നിനെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു ക്ലൈമറ്റും കൂടാണ് ഇത്. അതുപോലെ തന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ നമ്മുടെ പേഴ്സണൽ ഐറ്റംസ്, ക്ലോത്ത്, ടവല്, ബെഡിങ്സ്, ഇതൊക്കെ തന്നെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത്. അവർക്ക് എന്താ ഡിസീസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. പബ്ലിക് പ്ലേസസ്, ജിമ്മിലും ഒക്കെ പോകുന്നവർ അതനുസരിച്ച് ലോഷനൊക്കെ ഉപയോഗിച്ച് വളരെയധികം പ്രിവെന്റ് ചെയ്ത് നിൽക്കാവുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പറയും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ട നല്ല മെഡിസിൻസ് ധാരാളമുണ്ട് ഹോമിയോപ്പതിക്കകത്ത്. സൾഫർ, ഗ്രാഫൈറ്റിസ്, ആഴ്സാൽബ്, കാൽക്കേരിയ കാർബ്, ടെലൂറിയം നല്ലൊരു മെഡിസിനാണ്. ടെലൂറിയം ഞാൻ ഹെർപ്പസ് സിർസിനേറ്റസ് പറഞ്ഞല്ലോ, അതിന് നല്ല മെഡിസിനാണ് ടെലൂറിയം എന്ന് പറയുന്നത്. അതും അതിന്റെ 3x കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചേഞ്ച്. സാധാരണ ഹെർപ്പസ് സിർസിനേറ്റസ് ഒക്കെ വന്നാൽ 3 months ഒക്കെ എടുക്കും എന്നാണ് ഈവൻ അലോപ്പതിക്കാർ പോലും പറഞ്ഞ് അങ്ങനെ വിടുന്ന കേസസ് നമ്മുടെ അടുത്ത് വന്നാൽ 3 weeks കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. ടെലൂറിയം അതിൻ്റെ അകത്തെ നമ്പർ 1 മെഡിസിനാണ്. സെപ്പിയ, ടെലൂറിയം, ബാസിലിനം. പിന്നെ ഇച്ചിങ് ഉണ്ടെങ്കിൽ ഈ ഇച്ചിനേഷ്യയും കൂടെ കൊടുത്താൽ ആ ഇമ്മ്യൂണിറ്റിയും കൂടെ ബൂസ്റ്റ് ചെയ്യും. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യൂറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റിംഗ്വേം ഒക്കെ വന്നാലും ടെലൂറിയം 3x നല്ലതാണ്. സെപ്പിയ, ബാസിലിനം, ഇതെല്ലാം ആ ഫംഗൽ ഇൻഫെക്ഷന്റെ കോമൺ ആയിട്ട് വരുന്ന മെഡിസിനാണ് ഇതിത്രയും. അത് കൊടുത്താൽ അങ്ങ് മാറുകയും ചെയ്യും. ഇനി എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സിൽ വരുന്ന, നമുക്കറിയാം പലർക്കും ഉണ്ട് സൺഹീറ്റ് അലർജിയാണ്. അത് കൂടുതലും ഒരുപാട് സൺഹീറ്റ് നമ്മുടെ ബോഡിയിൽ വന്നാൽ പ്രിമച്ചർ ഏജിങ്ങും നമുക്കുണ്ടാകും. കാർസിനോമ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ്. കാരണം UV റേസ് ഒക്കെ തന്നെ ആണെങ്കിലും എത്ര പ്രിവെന്റ് ചെയ്താലും അതും കൂടെ ചേർന്നാണ് ആ റേസിനകത്ത് വരുന്നത്. അതുപോലെ എൻവിറോൺമെന്റൽ പൊല്യൂഷൻസ് നമുക്കറിയാം, ഒരുപാട് ഫാക്ടറിയിൽ നിന്നും ഒക്കെയുള്ള, പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് പൊല്യൂഷനാണ്. വെള്ളം കൊള്ളത്തില്ല, അറ്റ്മോസ്ഫിയർ, വായു കൊള്ളത്തില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പം അവിടെ അങ്ങനെയുള്ളിടത്ത് ആ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്ന് നമ്മൾ പൊല്യൂട്ടനിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. ഈ പറഞ്ഞതുപോലെ നമ്മളിലുള്ള ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഹീറ്റും ഹ്യൂമിഡിറ്റിയും ഒക്കെ വരുമ്പോഴത്തേന് ഈ ഡെർമറ്റൈറ്റിസ് അത് അഗ്രവേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യവും കൂടാണ്. ഈ ഹീറ്റും ഹ്യൂമിഡിറ്റിയും, പ്രത്യേകിച്ച് ആക്നെ പോലൊക്കെയുള്ള ഡിസീസിൽ അങ്ങനെ സംഭവിക്കും. ഇങ്ങനൊക്കെ എൻവിറോൺമെന്റ്, അതുപോലെ അലർജിക്കായിട്ട് പല പോളനിൽ നിന്നും, ഡസ്റ്റ് മൈറ്റ്, ഇങ്ങനെയൊക്കെയുള്ള സിഗരറ്റ് സ്മോക്ക്, ഈ ഫാക്ടറിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് സ്കിന്നിന് കംപ്ലൈൻറ്റ്സ് ധാരാളമായിട്ടുണ്ടാകും. പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യണം. കറക്റ്റ് ആയിട്ടുള്ള മെഡിക്കേഷൻസും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തിൽ നിന്നൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. സ്കിൻ ഡിസീസിൽ നിന്ന് നമുക്ക് ഒഴിവാകാനായിട്ട് സാധിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എപ്പോഴും സ്കിൻ കംപ്ലൈൻറ്റ് എടുക്കുമ്പം ഭൂരിഭാഗം മറ്റുള്ള, ശരിയാണ്, ക്രോണിക് ആയിട്ടുള്ള ഡിസീസ് എടുക്കുന്ന അവസരത്തിൽ നമ്മൾ ഹെഡ് ടു ഫുട്ട് സിംറ്റംസ്, അതിൻ്റെ കൂട്ടത്തിൽ മൈൻഡ് കൊണ്ട് എടുക്കണം. അപ്പൊ പലപ്പോഴും ഈ സ്കിന്നിന്റെ കേസിൽ മൈൻഡ് അങ്ങ് വിട്ടുപോകും. ഒരുപാട് പേർക്കും എനിക്കും ഒരുപാട് പ്രാവശ്യം അത് സംഭവിച്ചിട്ടുണ്ട്. മെന്റൽ കംപ്ലൈന്റ് അങ്ങനെ, കാരണം ഇവർ കാണിക്കുമ്പോൾ ഇവർക്ക് ഫിസിക്കലി ഉള്ള ബുദ്ധിമുട്ട് നോക്കിയിട്ട് ആ ഹോൾ സിംറ്റംസ് എടുത്തിട്ട് അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. സാധാരണ അങ്ങനെ ചെയ്താലും ഏതൊരു സ്കിൻ കംപ്ലൈന്റ് ആണെങ്കിലും നമുക്കൊരു 1 week തന്നെ അറ്റ്ലീസ്റ്റ് 10% എങ്കിലും, കാരണം കോമൺ ആയിട്ട് കാണുന്നതാണ് ഇച്ചിങ്, സ്കെയിലിങ്, ബേണിങ്, അതുപോലെ തന്നെ ഡിസ്ചാർജിന്റെ വരവല്, ഇതൊക്കെ തന്നെ ഒരു 10% എങ്കിലും വ്യത്യാസം കണ്ടാൽ കുഴപ്പമില്ല, നമുക്ക് ആ മെഡിസിൻ റിപ്പീറ്റ് ചെയ്ത് പോകാം. പക്ഷേ ആ വ്യത്യാസം കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മെന്റൽ കംപ്ലൈന്റ് പെട്ടെന്ന് തന്നെ നമ്മൾ എടുക്കണം. അത് ഈ മൈൻഡ് എപ്പോഴും തനിയെ വന്നിരിക്കുമ്പോൾ അവനവനെ ന്യായീകരിച്ചേ പറയത്തുള്ളൂ. എപ്പോഴും അവിടെ കൂടെ വരുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന്, അതും പ്രത്യേകിച്ച് അവരുമായിട്ട് അടുത്ത് സഹകരിക്കുന്നവരുടെ അടുത്തു നിന്ന് മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് എന്താണ് അതിൻ്റെ മെന്റൽ കംപ്ലൈന്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് എസ്പെഷ്യലി സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്കിൻ കംപ്ലൈന്റ് ഉള്ളവർക്ക് ഇതുണ്ടായാൽ അവരുടെ കംപ്ലൈന്റ് ട്രിഗർ ചെയ്യും. ഇനി ഈ സംഭവങ്ങൾ സ്ഥിരമായി അനുഭവിച്ചു പോകുന്ന ആൾക്കാർക്ക് സ്കിൻ കംപ്ലൈന്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. ക്യാൻസറസ് കണ്ടീഷന് അതിപ്പം
നമ്മൾ കൂടുതൽ ശ്രദ്ധ ഈ ആഫ്റ്റർ കോവിഡ് ശ്രദ്ധ കൊടുത്തിട്ടാണോ എന്നറിയാൻ വയ്യ. ബിഫോറും ഇങ്ങനെ തന്നെ ആയിരുന്നോ? പക്ഷെ പല ഡിസീസും വളരെ ബിഫോർ കോവിഡിന്റെ ടൈം ഉള്ളതിനേക്കാളും കൂടുതലായിട്ട്, പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ അകത്തെ ഒരു കാര്യം, ക്യാൻസർ കണ്ടീഷൻസ് ഒരുപാട് പേരിലും കൂടുതലായിട്ട് ഉണ്ടായി. അപ്പം അത് ഒരുപാട് റീസൺസ് ഉണ്ട് ക്യാൻസർ ഉണ്ടാകാനെങ്കിലും ഒരു റീസണ് സ്ഥിരമായി സ്ട്രെസ് അനുഭവിക്കുന്നവർക്ക്, അവർക്ക് ഈ ഒരു ക്യാൻസറസ് കണ്ടീഷൻ ഉണ്ടാകാൻ, അതായത് ഒരുപാട് ഡിവോഴ്സ് കേസസ് അല്ലെങ്കിൽ സ്വന്തം മരണപ്പെട്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ വലിയൊരു ഫൈനാൻഷ്യൽ ലോസ്, ഇങ്ങനെയൊക്കെയുള്ള ചില കണ്ടീഷൻ വരുമ്പോഴത്തേന് അവർക്കൊക്കെ തന്നെ ഈ ഒരു ക്യാൻസറസ് കണ്ടീഷൻ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വേറെ ഒരുപാട് റീസൺസ് ഉണ്ട് ഉണ്ടാകാൻ, പക്ഷെ ഒരു റീസൺ ആയിട്ട് ഇത് കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സ്ട്രെസ്സും ആങ്സൈറ്റി ഇതൊക്കെ തന്നെ നമ്മൾക്ക് മാറ്റേണ്ട ഒരു അവസ്ഥയാണ്. പെട്ടെന്ന് ആങ്സൈറ്റിയോ മെഡിസിൻസ് ഉണ്ട് അതിനെങ്കിലും, സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സംഭവം ഡെയിലി വന്നു പോകുന്ന കാര്യങ്ങളിലുള്ള ഒരു സംഭവമാണ്. അപ്പം നമ്മൾ അങ്ങ് മാക്സിമം എൻഗേജ്ഡ് ആകുക അവനവന് ഇഷ്ടമുള്ള കാര്യത്തിൽ, അവരവരുടെ പാഷൻ അല്ലെങ്കിൽ അവരവർക്ക് ഏതിൽ ആ സ്ട്രെസ് വരുമ്പോൾ എങ്ങനെ രക്ഷപ്പെടാമെന്ന് അവരവർ കണ്ടുപിടിക്കുക. ചിലർക്ക് റീഡ് ചെയ്താൽ മതി, ചിലർക്ക് പാട്ട് കേട്ടാൽ മതി, ചിലർക്ക് എല്ലാവരോടും ഒന്ന് സംസാരിച്ചാൽ മതി, ചിലർക്ക് ഡ്രൈവ് ചെയ്താൽ മതി, ഒന്ന് നടന്നാൽ മതി. അതൊക്കെ ഏതാണെന്ന് നമ്മൾ സ്വയം കണ്ടെത്തുക, അതിലേക്ക് നമ്മൾ പോവുക. അല്ലാതെ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ചെയ്താലൊന്നും നമുക്ക് മെഡിറ്റേറ്റ് ചെയ്ത് മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താനൊന്നും അങ്ങനെ സാധിക്കത്തില്ല. അപ്പം ഈ ഒരു മൈൻഡും സ്കിന്നുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ്. ഒരു സൈക്കോ ഡെർമറ്റോളജി എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെയുണ്ട്. നമുക്ക് ഈ സ്കിൻ ഡിസീസിനകത്ത് ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് സൈക്കോ ഡെർമറ്റോളജി എന്ന് പറയുന്ന ഒരു ശാഖ തന്നെ. അത് ഇത്തരം തരത്തിലുള്ള ടെൻഷൻ കൊണ്ടും ഡിസീസ് ഉണ്ടാകാം. ഈ ഡിസീസായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ടെൻഷൻ ഇതേ തരത്തിൽ വന്നാൽ അത് ട്രിഗർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ 2 തരത്തിലാണ് ഉണ്ടാകുന്നത്. അത് കൂടുതലും ഈ ഒരു സൈക്കോളജിക്കൽ സ്ട്രെസ് നമുക്കുണ്ടാകുമ്പം ബോഡി സ്ട്രെസ്സിലോട്ട് അത് പോയി കഴിയുമ്പോഴത്തേന് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഡിസ്റപ്ഷൻ ഉണ്ടാകും. അങ്ങനെ ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഡിസ്റപ്ഷൻ ഉണ്ടാകുമ്പോഴാണ് ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. എപ്പോഴും ഇമ്മ്യൂണിറ്റിക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇൻഫ്ലമേഷനാണ് നമുക്ക് ഉണ്ടാകുന്നത്. ആ ഇൻഫ്ലമേഷനിൽ നിന്നാണ് പലതരത്തിലുള്ള സ്കിൻ കംപ്ലൈൻറ്റ്സ് പുറത്തോട്ട് വരുന്നത്. എസ്പെഷ്യലി സോറിയാസിസ്, അറ്റോപിക് ഡെർമറ്റൈറ്റിസ്, ഇതൊക്കെ തന്നെ പുറത്തോട്ടുണ്ടാകുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും തീരെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇതെങ്ങനെ ഉണ്ടാകുന്നത്. എനിക്കൊരു അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഒരു കേസ് കിട്ടിയതിലെ ഈ റീസെൻ്റ്ലി ആയിട്ട് കിട്ടിയതാണ്. അത് ഒരു 8 months ബിഫോർ അത് വന്നത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഫോട്ടോസൊക്കെ കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അത് വളരെ ചെറുപ്പത്തിലെ 2 വയസ്സ് മുതൽ ആ കുട്ടിക്ക് തുടങ്ങിയതാണ്. അപ്പൊ അതെങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാൽ ഹെറിഡിറ്ററി ആയിട്ട് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാകാം. അതുകൂടാതെ ഇപ്പൊ കുട്ടികളെ ആണെങ്കിലും നമ്മൾ ഭയപ്പെടുത്തുകയും അനുസരിപ്പിക്കാനായിട്ട് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. കുഞ്ഞുങ്ങളെ ആണെങ്കിലും പ്രായമുള്ളവരെ ആണെങ്കിലും സ്നേഹിച്ച് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കാവുന്നതേ ഉള്ളൂ. അത് ഓരോരുത്തരെ അവരിൽ നിന്നും വ്യത്യസ്തരല്ല നമ്മൾ. അവരോട് ചേർന്ന് നിന്ന് സംസാരിച്ചാൽ അവരെ ഈ ദേഷ്യപ്പെടാതെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് അല്ലെങ്കിൽ നല്ല കാര്യത്തിലേക്കോ കൊണ്ടുവരാനായിട്ട് സാധിക്കും. എല്ലാ പേരൻസും അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം മാനസികമായിട്ടുള്ള സംഘർഷത്തിൽ നിന്നാണ് രോഗങ്ങൾ. നമ്മൾ ഹോമിയോപ്പതി തന്നെ പറയുന്നല്ലോ, മൈൻഡാണ് ബേസിക് യൂണിറ്റ്. മെന്റൽ കംപ്ലൈന്റ് ആണ്, മൈൻഡിൽ നിന്നാണ് ഡിസീസ് തുടങ്ങുന്നത് തന്നെ. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഞാൻ അതുകൂടെ പറയുകയാണ്. എസ്പെഷ്യലി കുട്ടികളെ ഭയപ്പെടുത്തുകയോ പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ ഇത് ഞങ്ങൾ തരത്തില്ല അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നമ്മൾ അവരോട് ചേർന്ന് നിന്ന് തന്നെ സംസാരിച്ചാൽ അവരെ ആ ദേഷ്യപ്പെടാതെ കാര്യങ്ങൾ ഓരോന്നും ചെയ്യിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മെന്റൽ കംപ്ലൈന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, മെന്റൽ കംപ്ലൈന്റ് ഉള്ളവരെ നമുക്ക് ഒരു തരത്തിലും കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ആ ഡിസീസ് ഉണ്ട്. നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ, അത് പ്രായമുള്ളവരാണേലും കൊച്ചു കുഞ്ഞുങ്ങളാണേലും നമുക്ക് ആ സ്നേഹം കൊടുത്തു തന്നെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ മോസ്റ്റ്ലി രോഗങ്ങൾ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളിലെ എക്സാം ഒക്കെ വരുമ്പോൾ അവർക്ക് അല്ലാതെ തന്നെ ടെൻഷൻ ഉണ്ട്. അപ്പൊ മാക്സിമം അവരോട് ചേർന്ന് നിന്ന് തന്നെ അത് സംസാരിച്ച് മനസ്സിലാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഇത്
ആ ഒരു അട്ടോപിക് ഡെർമറ്റൈറ്റിസിലെ 2 വയസ്സിലെ തുടങ്ങിയ ഒരു കംപ്ലൈന്റ് ആണ് അത്. ആദ്യം അവര് അലോപ്പതി ട്രീറ്റ്മെന്റിലോട്ട് പോയി, ഒരു 3 ഇയേഴ്സോളം കാണിച്ചു. അത് ഒരുപാട് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനാണ് കൂടുതലും യൂസ് ചെയ്തത്. പിന്നെ ഇച്ചിങ് ഒക്കെ വരുമ്പോൾ മാത്രം എന്തോ ടാബ്ലറ്റ്സ് ഉണ്ട്, അത്രയേ ഉള്ളൂ. അതിനുശേഷം അവർ ഹോമിയോപ്പതിയിലോട്ട് തന്നെ അങ്ങ് പോയി. ഹോമിയോപ്പതിയിലോട്ട് പോയിട്ട് ഏകദേശം ആ ഒരു 5 വയസ്സ് മുതൽ 16ാമത്തെ വയസ്സിൽ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഒരു 15 വയസ്സ് വരെയും ഈ കുട്ടി ഹോമിയോപ്പതി തന്നെയാണ് കഴിച്ചത്. അതിനുശേഷം അവർ വീണ്ടും അലോപ്പതിയിലേക്ക് പോയി. കാരണം അതിൽ നിന്ന് സിംറ്റംസ് ഒക്കെ കുറച്ച് കുറഞ്ഞു, ഇച്ചിങ്ങും ഒക്കെ കുറഞ്ഞെങ്കിലും സ്കിൻ അതുപോലെ തന്നെ വളരെ വൃത്തികെട്ട ഒരു സ്കിന്നിന്റെ അവസ്ഥയിലാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. എഗെയിൻ 1 ഇയർ പിന്നെ അലോപ്പതി ചെയ്തിട്ടാണ് എൻ്റെ അടുത്തേക്ക് അവർ വന്നത്. അപ്പൊ അതിന്റെ തനേഷ് ഡോക്ടറിന്റെ കയ്യിലുണ്ട്. ഡോക്ടറെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ആ ബിഫോർ അട്ടോപിക് ഡെർമറ്റൈറ്റിസ് ഒരു 8 മന്ത്സ് ബിഫോർ ഉള്ള ആ ഫോട്ടോസും 8 മന്ത്സിന് ശേഷം ട്രീറ്റ്മെന്റിന് ശേഷമുള്ള ആ 2 ഫോട്ടോസും ഒന്ന് ഷെയർ ചെയ്യണേ. തനേഷ് ഡോക്ടർ ഉണ്ടല്ലോ അല്ലേ? ഫ്ലോറിലുണ്ടല്ലോ അല്ലേ? ധനേഷ് ഡോക്ടർ ഉണ്ട്, ചെയ്യും എന്ന് വിചാരിക്കാം. വീട്ടുകൊണ്ടിരിക്കുവാണ്. ആ അത് വളരെ ഈ കുട്ടിയുടെ ഒരു കാര്യം ക്ലിനിക്കിലേക്ക് വന്ന് ഈ ചേംബറിലോട്ട് അടുക്കുമ്പോൾ തന്നെ വളരെ ബാഡ് സ്മെല്ലായിരുന്നു ആ സ്കിന്നിനുണ്ടായിരുന്നത്. എനിക്ക് ഒരുപാട് സമയം അതിനെ ആ ചെയറിലിരുത്തി തൊട്ടടുത്തിരുത്തി എനിക്ക് നോക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടായി. അതുപോലെ വൃത്തികെട്ട സ്കിന്നുമായിരുന്നു. വളരെ നമുക്ക് ഡിസഗ്രീബിൾ ആയിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു സ്കിന്നിലുണ്ടായിരുന്നത്. അതിന് കൊടുത്തത് ഞാൻ സിഫിലിനുമാണ് കൊടുത്തത്. എന്നാൽ കംപ്ലൈൻസ് മുഴുവനും നമുക്കത് മറ്റുള്ള മെഡിസിൻ, അത് ആർസാൽബാണോ എന്നൊക്കെ നമുക്ക് സംശയിച്ച് ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ട് പോലും ഒരു കംപ്ലൈന്റ് മാത്രം കണ്ടാണ് അതിനെ. കാരണം ഈ സിഫിലിറ്റിക് പേഷ്യൻസിന് കണ്ടാമിനേഷൻ, ഇനിയും എൻ്റെ ഡിസീസ് കൂടുമോ, മറ്റുള്ള അണുക്കൾ വന്ന് കയറിയിട്ടോ അല്ലെങ്കിൽ അഴുക്ക് കൊണ്ടിട്ടോ ഒക്കെ ഇനിയും ഡിസീസ് കൂടുമോ എന്നുള്ളത് അവസ്ഥയിൽ ഇവരെ എപ്പോഴും കൈ വാഷ് ചെയ്യും, വൃത്തിയായിട്ടിരിക്കണം, കൈയാണ് വാഷ് ചെയ്യുന്നത്. അപ്പൊ ഈ കുട്ടിക്ക് അങ്ങനെ ഭയങ്കര ഒരു നിർബന്ധമാണ് എപ്പോഴും തന്നെ ചെന്ന്. അപ്പം ഇവരൊക്കെ കളിയാക്കും, കാരണം ഈ ഒരു കോവിഡിന്റെ സമയത്ത് ഭൂരിഭാഗ സമയം നമ്മൾ കൈ വാഷ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞത് അവളത് കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ്. ഇത് ഡിസീസ് മാറിയതിന് ശേഷമുള്ള കാലാണിത്. അതിനു മുമ്പ് ആ ഡിസീസ്ഡ് കണ്ടീഷനിലുള്ളത് 3-4 ഫോട്ടോസ് ഉണ്ടായിരുന്നു. നോക്കട്ടെ. ആ കംപ്ലീറ്റ്ലി, കാരണം ഒരു നോർമൽ സ്കിന്നിലേക്ക് തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. വളരെ പത്തറ്റിക് ആയിരുന്നു അതിന്റെ സ്കിന്നിന്റെ അവസ്ഥ. കാലിലായിരുന്നു ഏറ്റവും ലാസ്റ്റിൽ മാറിയത്. അതായത് ആ ഹോമിയോപ്പതി പ്രിൻസിപ്പിൾ അനുസരിച്ച് തന്നെയാണ് അതിന് ക്യൂർ കിട്ടിയത്. അപ്പർ ബോഡിയിൽ നിന്ന് ലോവർ ബോഡിയിലേക്കാണ്. തുടക്കത്തിലെ ഫേസിൽ നിന്നും കഴുത്തിൽ നിന്നും ഒക്കെ ഉള്ളത് അങ്ങ് പോയി. അവസാനം ആ ഒരു ഇറപ്ഷൻസ് നിന്നത് കാലിൽ മാത്രമാണ്, അതായത് മുട്ടിന് താഴെ മാത്രമാണ് നിന്നത്. അതും അത് കംപ്ലീറ്റ് ക്യൂർ ആയിട്ട് കുട്ടിക്ക് നല്ല വ്യത്യാസം. അവളുടെ സ്കിന്ന് ഒരു ഇത്തിരി ഡാർക്കാണ്, ആ സ്കിന്നിലേക്ക് തന്നെ എത്തുകയാണ് ചെയ്തത്. സിവിയർ ഇച്ചിങ്ങും അതുപോലെ തന്നെ സ്കിന്ന് പൊഴിഞ്ഞു പോകുന്നത് ഇരിക്കുന്നിടത്തു നിന്നൊക്കെ അവളുടെ ബെഡ്റൂം തന്നെ 4-5 പ്രാവശ്യം തൂക്കേണ്ട ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത്. ബെഡിൽ നിറച്ച് അതുപോലായിരുന്നു സ്കിന്ന് പൊഴിഞ്ഞു എവിടെ നിൽക്കുന്നോ അവിടോട്ട് അങ്ങ് പൊഴിഞ്ഞു വീഴുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് സ്കിന്ന്. ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനുള്ള ഈ അട്ടോപിക് ഡെർമറ്റൈറ്റിസ് വളരെ സോറിയാസിസ് പോലെ തന്നെ പ്രൊലോങ് ചെയ്ത് പോകുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. പക്ഷേ അത് 8 മന്ത്സ് കൊണ്ട് തന്നെ, ഒരു 5 മന്ത്സിൽ തന്നെ ആ കംപ്ലൈൻസ് ഒക്കെ അങ്ങ് നിന്നു. ചൊറിച്ചിലും നിന്നു, എക്സ്ഫോളിയേഷനും ഒക്കെ കുറഞ്ഞു വന്നു. അതിനുശേഷം ഈ നോർമൽ സ്കിൻ ആകാനാണ് ബാക്കി ഒരു 3 മന്ത്സ് കൂടെ എടുത്ത് ആ രീതിയിലേക്ക് എത്തിയത്. അപ്പം ഈ ഒരു സൈക്കോളജിക്കൽ, സാറ് വരുന്നത് വരെ ബാക്കിയും കൂടെ ഞാൻ പറയുകയാണ്. ഈ സൈക്കോളജിക്കൽ ഫാക്ടറിനകത്ത് പല ഒരു എക്സാമ്പിൾ ഉള്ളത്, ഒരു 22 ഇയർ ഓൾഡ് ഒരു ലേഡി നേഴ്സിങ്ങിന് പഠിക്കുകയായിരുന്നു. ആ കുട്ടി ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അതിന് സ്കിൻ കംപ്ലൈന്റ് കൊണ്ടുവന്നപ്പോൾ പസ്റ്റുലാർ ഇറപ്ഷൻസ്, പക്ഷെ ഇച്ചിങ് ഒന്നുമില്ല, ബേണിംഗ് ഇല്ല, പെയിൻ ഉണ്ട്, അതിന് ബ്ലീഡിങ് ഇല്ല, പസ് ചെറുതായിട്ട് വരും.
ആ കണ്ടീഷൻ എല്ലാം പറഞ്ഞാല് മെർക്സോളിന്റെ സ്കിന്നാണ് മുഴുവനും പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് ടൈം വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ മെർക്സോളാണ് കൊടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്, മെർക്സോളും ഹെപ്പാർ സൾഫും കൂടെ കൊടുത്താൽ ഈവൻ ആ 2 മെഡിസിനും എനിമിക്കലാണ്. പക്ഷേ ഈ മെർക്സോളിന്റെ സ്കിന്ന് നമുക്ക് കിട്ടിയാൽ അതിൻ്റെ കൂടെ ഹെപ്പാർ സൾഫർ കൊടുക്കേണ്ടത് ത്രൈസ് ഇൻ എ ഡേ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ് എന്നുള്ള രീതിയിൽ മെർക്സോള് ബിഫോറും ആഫ്റ്റർ ഫുഡ് ഹെപ്പാർ സൾഫൂടെ കൊടുത്താൽ റിസൾട്ട് വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. നല്ല രീതിയിൽ, പ്രത്യേകിച്ച് അതിന് ബോയിൽസ് പോലെ നിൽക്കുന്നത്, പസ് കണ്ടീഷൻ കാണും. ആ പസ് പോയിട്ട് എളുപ്പം ഉണങ്ങി കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഈ 2 മെഡിസിനും കൂടെ കൊടുത്താൽ. അപ്പൊ ഈ മെർക്സോള് കണ്ടിട്ട് ഞാൻ അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തത്. മെർക്സോള് ഹെപ്പാർ സൾഫൂഡാണ് കൊടുത്തത്. പക്ഷേ 1 or 2 പ്രാവശ്യം വന്നു പോയിട്ട് ഉദ്ദേശിച്ച തരത്തില് സാധാരണ രീതിയിൽ ഒരു 10 days കഴിയുമ്പോഴത്തേനും ഒരു 25% എങ്കിലും മാറുന്നതായിട്ടാണ് കാണുന്നത്. ഇതിന് ആ ക്യൂർ കണ്ടില്ല. അപ്പൊ 3rd ടൈം വന്നപ്പോൾ അതിന്റെ ഒരു കൂട്ടുകാരും കൂടെ, റൂംമേറ്റിനെയും കൂടെ ചേർത്താണ് ആ കുട്ടിയും കൂടെ വന്നത്. കാരണം കുറവില്ല എന്ന് കണ്ടപ്പം കൂടുതൽ ഇവളുടെ കാര്യം എന്തോ പറയാനായിരിക്കും ആ കുട്ടിയും കൂടെ വന്നപ്പം ഈ പെൺകുട്ടി ഒരു കാര്യം പറഞ്ഞു. ഞാൻ അപ്പോഴാണ് കൂടുതൽ ഞാൻ പറഞ്ഞത്, എപ്പോഴും മെന്റൽ കംപ്ലൈന്റും കൂടെ ഈ സ്കിൻ വന്നാൽ അത് ഒരു 10 days നമ്മൾ നോക്കി മാറ്റമില്ലെങ്കിൽ മെന്റൽ കംപ്ലൈന്റ് എടുത്തോണം. അപ്പൊ ഇവര് സംസാരത്തിനിടയിൽ ഞാൻ ആ കൂട്ടുകാരിയുടെ പലതും ഇതിന്റെ നേച്ചർ എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ രാത്രിയിലെ ഉറക്കത്തേ ഇല്ല. കാരണം എല്ലാം അടുക്കിപ്പെറുക്കി, ഒരു അട്ടോപിക് ഡെർമറ്റൈറ്റിസ് വന്ന ആ ഒരു സമയത്തെയാണ്. ആ സ്കിന്നെ പൊട്ടലും ഉണ്ടായിരുന്നു, എക്സ്ഫോളിയേഷൻ ഉണ്ട്. കയ്യാണത്. തരുതരാന്നുണ്ടായിരുന്നു കാലില്. ഇച്ചിങ് ആണ് സ്ഥിരം. ഒരു കാല് വെച്ച് ഒരു കാലിൽ എപ്പോഴും ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. വന്നിരിക്കുമ്പോഴും നമുക്ക് കാണാം മാന്തലില്ലാത്ത ഒരു അവസ്ഥ ഇല്ലായിരുന്നു ആ പെൺകുട്ടിക്ക്. ഇതെല്ലാം ആ ഒരു 8 months ബിഫോർ ഉള്ള ഫോട്ടോസ് ആണ് ഇതെല്ലാം. ഇത് അതിനുശേഷം ക്യൂർ ആയതിനു ശേഷം കൈ നേരത്തെ കാണിച്ചല്ലോ, അത് നോർമൽ സ്കിന്ന് തന്നെ ആയി. ആഫ്റ്റർ 8 months 2 കൈയും കഴുത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് വളരെ വൃത്തികേടായിരുന്നു ബിഫോർ ട്രീറ്റ്മെന്റ്. ആഫ്റ്റർ ട്രീറ്റ്മെന്റിലാണ് ഇതെല്ലാം ക്യൂർ ആയിട്ട് പോയത്. ഇത് ബിഫോർ ആണ്. ആ കഴുത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഡോക്ടർ, അതുണ്ടോ? അതിനാകുമ്പോ ആ കഴുത്തെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നോർമലാണ്. ട്രീറ്റ്മെന്റിന് ശേഷം ഉള്ളതാണ്. ക്ലോസ് ചെയ്തിട്ട് അത് കാണിക്കാവേ. ഓക്കെ. അപ്പൊ ആ പെൺകുട്ടി വന്നപ്പം ഈ കൂട്ടുകാരി കുട്ടിയാണ് പറഞ്ഞത്, റൂമിന്റെ എല്ലാം അടുക്കി പെറുക്കിയാ വെച്ചേക്കുന്നത്, പക്ഷെ വീണ്ടും അത് അടുക്കുക, എസ്പെഷ്യലി നൈറ്റ് അവേഴ്സിൽ. അപ്പൊ അങ്ങനെ വീണ്ടും രാത്രിയാകുമ്പോൾ നമ്മളെ ആ റൂമിനകത്ത് എപ്പോഴും അടുക്കലും പെറുക്കലും കാരണം ഞങ്ങൾക്കും ശരിക്കും ഉറക്കാൻ പറ്റുന്നില്ല. അപ്പം ആർസനിക് ആൽബത്തിന്റെ നമ്പർ 1 സിംറ്റമാണ്, എസ്പെഷ്യലി സ്കിന്നിന്റെ കംപ്ലൈൻസിൽ നമുക്ക് എടുക്കാൻ പറ്റും. അവർക്ക് അടുക്കി വെച്ചിരിക്കുന്ന സാധനം വീണ്ടും അത് അടുക്കി വെക്കുക. കാരണം എന്താ, അണുക്കളെയൊക്കെ വലിയ പേടിയാ. അപ്പൊ ഒട്ടും പൊടിയോ അണുക്കളോ ഒന്നും കാണരുത്. വീണ്ടും തുടച്ച് വൃത്തിയാക്കുക, അടുക്കുക. നന്നായിട്ട് അടുക്കിയിരുന്നത് വീണ്ടും എടുത്തു വെച്ചിട്ട് വീണ്ടും അത് എണ്ണി അടുക്കി പെറുക്കി വെക്കുക. ഈ ഒരു സംഭവം ആഴ്സാൽബിനാ ഉള്ളത്. അപ്പം ആഴ്സാൽബിന്റെ സ്കിന്നിൽ ശരിയാണ് അൾസറേഷൻ പറയുന്നുണ്ട് എങ്കിലും സ്കിൻ കംപ്ലൈന്റ് മുഴുവൻ മെർക്സോളിന്റെയാണ് കണ്ടത്. പക്ഷെ ഈ ഒരു കംപ്ലൈന്റ്, അത് ആ മെന്റൽ കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ ആഴ്സനിക് ആൽബം കൊടുക്കുകയും ആ കുട്ടിക്ക് വളരെ പെട്ടെന്ന് തന്നെ 2-3 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഇതൊക്കെ ഫേസ് ആണ്, കംപ്ലീറ്റ്ലി അത് മാറിപ്പോവുകയും ചെയ്തു. കണ്ടോ, വളരെ പൊളിഞ്ഞു പോകുന്ന സ്കിന്നായിരുന്നു ഉണ്ടായിരുന്നത്. തലയിലും അതുപോലെ തന്നെ ആയിരുന്നു. ഇത് ക്യൂർ ആയതിനു ശേഷം ഉള്ളതാണ്. ജസ്റ്റ് ടച്ച് ചെയ്യണ്ട, അപ്പോഴത്തേന് തന്നെ അത് തന്നെയേ ഇങ്ങ് പൊഴിഞ്ഞു വീഴുന്ന ഒരു സംഭവമായിരുന്നു ഈ കുട്ടിക്കുണ്ടായിരുന്നത്. എന്താ ഡോക്ടറെ? ഈ ഒരു സ്റ്റേജിൽ ഏത് മെഡിസിൻ ആയിരുന്നു കൊടുത്തത്? ഈ ഫസ്റ്റ് സ്റ്റേജ് വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഡീപ്പ് ആക്ടിങ് ഞാൻ കൊടുത്തത് സിഫിലിനമാണ് കൊടുത്തത്. സിഫിലിനത്തിന്റെ ഹയർ പൊട്ടൻസിയാണ് കൊടുത്തിട്ട് പിന്നെ
ഇതിന് അതാ ഞാൻ പറഞ്ഞത്, സ്കിൻ കംപ്ലൈന്റ് എപ്പോഴും നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ആഴ്സാൽബോ എന്തെങ്കിലും നമ്മൾ ഓർക്കും. പക്ഷെ അവർക്ക് ആ മെന്റൽ കണ്ടീഷനും കൂടെ എടുത്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന്, അതാ ഞാൻ പറഞ്ഞു, ഒരു അറ്റ്ലീസ്റ്റ് 10 days നോക്കിയിട്ട് കുറച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യൂർ അവിടെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവരുടെ മെന്റൽ കംപ്ലൈന്റ് എടുക്കുക, അതിന്റെ മെഡിസിൻ കറക്റ്റ് കൊടുത്താൽ മതി. ചിലപ്പോൾ ആ ഒരു കംപ്ലൈന്റ് ആ സ്കിന്നിന്, ഞാൻ ഇപ്പൊ തന്നെ ഒരെണ്ണം പറഞ്ഞില്ലേ, മെർക്സോളിന്റെ ആയിരുന്നു അതിന്റെ കണ്ടിരുന്ന മുഴുവൻ സ്കിന്നിന്റെ ഇറപ്ഷൻസും. പക്ഷെ ആഴ്സനിക് ആൽബം കൊടുത്തപ്പോഴാണ്, കാരണം അതിന്റെ മെന്റൽ കംപ്ലൈന്റിൽ അതാ കാണിച്ചത്, കൊടുത്തപ്പോഴാണ് അവർക്ക് പെട്ടെന്ന് മാറിയത്. അതുപോലെ തന്നെ നമുക്ക് ഈ കുട്ടിക്ക് വളരെ മാനസികമായിട്ട് പ്രോബ്ലം ആയിരുന്നു. കാരണം കുട്ടികളൊക്കെ ഇത് ഒന്നിനും അത് ചേരാതെ, സോഷ്യൽ ആക്ടിവിറ്റീസിനൊന്നും പോകാതെ, കാരണം വളരെ ബാഡ് സ്മെല്ലും ആയിരുന്നു ആ സ്കിന്നിനുണ്ടായിരുന്നത്. ക്ലാസ്സിൽ ഇരിക്കാൻ തന്നെ ബുദ്ധിമുട്ടിയ അവസ്ഥകളൊക്കെ ഒരുപാടുണ്ട്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു, പഠിക്കാൻ മിടുക്കിയായിരുന്നു. ഇപ്പം +2-ലാണ്, ഇപ്പം മിടുക്കിയായിട്ട് പോകുന്നു. അവള് നോർമൽ കണ്ടീഷനിലെ നോർമൽ സ്കിന്നോട് കൂടി പോകുന്നു. അതുപോലെ മെന്റൽ കംപ്ലൈൻസിലുള്ള ഒരു റെമഡിയാണ് സിഫിലിനം. സിഫിലിനം നമ്മൾ ഓർക്കത്തില്ല, സാധാരണ സ്കിന്നിന്റെ കംപ്ലൈന്റിൽ സിഫിലിനം വരാത്ത ഒരവസ്ഥയാണ്. ബാക്കി ഒരുപാട് കംപ്ലൈൻറ്റ്സ് നമ്മൾ കൊടുക്കും. പക്ഷേ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഈ കുട്ടിക്ക് കൊടുത്തതും അത് തന്നെയാണ് കൊടുത്തത്. അതിന്റെ മെന്റൽ കംപ്ലൈന്റ്, നമ്മൾ ഫിയർ ഓഫ് ഡിസീസ്, കണ്ടാമിനേഷൻ ഉള്ളതുകൊണ്ട് ഫ്രീക്വന്റ് ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യും. ജെയിംസിന് ഭയങ്കര പേടിയാ, അവിടെ ഇവിടെയൊക്കെ തൊടാൻ തന്നെ, എവിടെങ്കിലും തൊട്ടാലും ക്ലിനിക്ക് വന്നിട്ട് 1-2 പ്രാവശ്യം അത് വാഷ്റൂമിൽ പോയി കൈ കഴുകി. അങ്ങനെയാണ് കൂടുതലും ഞാൻ അത് കൊടുക്കാൻ തന്നെ കാരണം. പിന്നെ നൈറ്റിലുള്ള കംപ്ലൈന്റിന്റെ നൈറ്റ് അഗ്രവേഷൻ ഒരുപാട് വരിക, ഇതൊക്കെ കൊണ്ടും പിന്നെ വളരെ ബാഡ് സ്മെല്ലായിരുന്നു ആ സ്കിന്നിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ വെച്ചിട്ടാണ് ആ സിഫിലിനും കൊടുക്കാൻ തന്നെ കാരണം. അതുപോലെ വേറൊരു മെഡിസിനാണ് കാർസിനോസിൻ. കാർസിനോസിൻ എന്ന് പറയുന്നത് പിന്നെ എല്ലാവർക്കും അറിയാം. നമുക്ക് ഏതൊരു ഡിസീസിലും, ഞാൻ എപ്പോഴും പറയും, ഭാഗവതത്തിനകത്ത് എല്ലാം ഉണ്ട്, ഇവിടെ ഉള്ളതൊന്നും വെളിയിലുള്ള ഇതിൻ്റെ അകത്തുള്ളതേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ പറയുന്ന പോലെ തന്നെ ഏതൊരു ഡിസീസിലും ഒരു ഇന്റർകറന്റ് മെഡിസിനായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ കാർസിനോസിൻ എന്ന് പറയുന്നത്. 200 കൊടുത്താൽ മതി. 1-2 ഡോസ് കൊടുത്താലും പെട്ടെന്ന് തന്നെ നമുക്ക് ക്യൂറിലോട്ട് എത്താൻ വേണ്ടി നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് കാർസിനോസിൻ. കാർസിനോമയ്ക്ക് അത് കൊടുക്കണം. അത് കൂടാതെ ബാക്കി ഏതൊരു ഡിസീസിലും കിട്ടാതെ, എന്തെങ്കിലും നമുക്ക് ആൻസർ കിട്ടാതെ വരുന്ന അവസരത്തിൽ ഒരു ഡോസ് കൊടുക്കാൻ പറ്റിയ ഒരു മരുന്നാണ്. ഇതിന് ഇതിന്റെ മെന്റൽ കംപ്ലൈന്റ് ഒരു പ്രത്യേകതയാണ് കാർസിനോസിന്റെ മെന്റൽ കംപ്ലൈന്റ്. നമുക്ക് ആൾക്കാരെ എളുപ്പം കണ്ടുപിടിക്കും. ഒരു പാറ്റേണിൽ ഉള്ള ഒരു സ്റ്റൈലുകാരാണ്. അതായത് എപ്പോഴും തന്നെ ഇൻ ഓർഡറിലായിരിക്കണം. കാർസിനോസിന് അങ്ങനെ ഒരു സംഭവമുണ്ട്. ഈവൻ അവരുടെ ഡ്രസ്സിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാം. ആ ഷർട്ടിന് ചേർന്ന പാൻസ്, അതേ കളർ കോമ്പിനേഷൻ, അതിന് ചേർന്ന ഷൂസ്, അതിന് ചേർന്ന ടൈ, ഇങ്ങനൊക്കെ അവരുടെ അതുപോലെ റൂം ഡെക്കറേറ്റ് ചെയ്യാനും ഇവർക്ക് എപ്പോഴും തന്നെ ഒരു സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യുന്ന, വല്ല ഫംഗ്ഷന് പോകുമ്പോൾ മാത്രമല്ല, ഓൾവേസ് അവരുടെ രീതി അതാണ്. നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കാർസിനോസിനെ. കാർസിനോസിന്റെ മെന്റൽ കംപ്ലൈന്റ് ആണത്. മെന്റലി ഉള്ള പെക്യൂലിയാരിറ്റി, കംപ്ലൈന്റ് എന്നല്ല, അവരുടെ ആ പെക്യൂലിയർ ആയിട്ട് കാണിക്കുന്ന ഒരു സംഭവമാണ് ഇത്. സ്കിൻ ഡിസീസ് ഇതുപോലെ മാറാൻ എന്തെങ്കിലും പ്രയാസമോ വല്ലതും കാണുമ്പോൾ ഒരു ഡോസ് കൊടുത്താൽ നമുക്ക് വളരെ ചേഞ്ച്, അതായത് പെട്ടെന്ന് തന്നെ ക്യൂറിംഗ് റേറ്റ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് കാർസിനോസിൻ, ഇച്ചിനേഷ്യ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ സ്കിന്നിന്റെ കേസിൽ. അതുപോലെ നേട്രമൂറ് ഒരുപാട് മെന്റൽ കംപ്ലൈന്റ്. നേട്രമൂറിന്റെ ഒരു പേഷ്യന്റ് വന്നപ്പോഴത്തേന് അവരെ ഈ പറഞ്ഞതുപോലെ നേട്രമൂറിന്റെ സ്കിൻ അല്ലായിരുന്നു കാണിച്ചിരുന്നത്. പസി ആയിട്ടൊക്കെ, നേട്രമൂർ ഡ്രൈ ആണല്ലോ, ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പോലും ഇവരുടെ സ്ത്രീയുടെ ഹസ്ബൻഡിൽ നിന്ന് അത് മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിച്ചു, സ്കിൻ കംപ്ലൈന്റ് ഏത് കംപ്ലൈന്റിനും ഉറക്കം വളരെ അത്യാവശ്യമാണ്, നന്നായിട്ട് ഉറക്കം കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ വായിൽ നിന്നാണ് വീണത്, ഉറങ്ങാൻ കിടന്നാലും ഒരു 3-4 പ്രാവശ്യം ഡോറ് ലോക്ക് ചെയ്തോ എന്നുള്ള കാര്യം പലതവണ എഴുന്നേറ്റ് ചെന്ന് നോക്കുകയും, ഇവരുടെ വായിൽ നിന്ന് വന്നത് ഇപ്പൊ ഒരുപാട് കള്ളന്മാരൊക്കെ ഇറങ്ങുന്ന അവസരമല്ലേ, അപ്പൊ അത് കാരണമാണ് ഞാനത് ചെന്ന് ചെക്ക് ചെയ്യുന്നത്, അതൊരു നല്ല കാര്യം തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ആ 1-2 സിംറ്റത്തിൽ നിന്നാണ് ഞാൻ അവർ നേട്രമൂറാന്ന് മനസ്സിലാക്കുകയും നേട്രമൂർ കൊടുക്കുക. എന്നാൽ സ്കിന്നിന്റെ കംപ്ലൈന്റ് കണ്ടാൽ നേട്രമൂറേ അല്ലായിരുന്നു, ഡ്രൈ സ്കിന്നേ അല്ലായിരുന്നു അവർക്ക്. പസൊഴുകുന്നതും ഒക്കെ ആയിട്ടുള്ള സ്കിന്ന്, അതായത് ക്രിയോസോട്ടത്തിന്റെ ഒക്കെ സ്കിന്ന് പോലാണ് ഇരുന്നത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമ്മളൊരു 10 days മാക്സിമം നോക്കുക. കിട്ടിയില്ലെങ്കിൽ മെന്റൽ കംപ്ലൈന്റിൽ കൂടെ പോയാൽ സ്കിന്നിന്റെ ക്യൂറിംഗ് റേറ്റ് കൂടും, നമുക്ക് പെട്ടെന്ന് തന്നെ ക്യൂർ ചെയ്ത് കൊടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ കാൽക്കേരിയ കാർബിന്
എപ്പോഴും തന്നെ അവർക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള, അതായത് പെൻഡിങ്ങിൽ വെക്കുക ജോബ്. പിന്നെ കാൽക്കേരിയ കാർബിനെ കണ്ടാലേ നമുക്കറിയാം, അവരുടെ ബോഡി ഷേപ്പിൽ തന്നെ നമുക്ക് കാൽക്കേരിയ കാർബാണോ ക്രേവിങ്ങോ ഒക്കെ പെട്ടെന്ന് നോക്കി നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാൽക്കേരിയ കാർബ് നല്ലൊരു മെഡിസിൻ ആണ് സ്കിന്ന്. സത്യത്തിൽ നമ്മൾ സ്കിൻ എന്നൊക്കെ പറയുമ്പോൾ മറ്റു പലതാ പെട്ടെന്ന് ഓർക്കുന്നത്, മെർക്സോള്, റെക്സ്റ്റോസ്, ആർസാൽബ്, ഹെപ്പാർ സൾഫ്, ഇങ്ങനെയൊക്കെയുള്ള മെഡിസിൻസ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ അതൊന്നുമല്ല, ഈ ഒരു മെന്റൽ കംപ്ലൈന്റും കൂടെ എടുത്താൽ ചിലപ്പോൾ മറ്റേതൊക്കെ കൊടുക്കുമ്പോൾ തന്നെ നിൽക്കും. ക്യൂർ താമസിക്കുന്നു എന്ന് കണ്ടാൽ മെന്റൽ കംപ്ലൈന്റ് എടുക്കുക, അതുവഴി പോവുക. OCD ഒക്കെ ഉള്ളവർക്ക് ഒന്നാമത് അവർക്ക് വൃത്തിയാണ്, അവർ തന്നെ സ്കിൻ കംപ്ലൈന്റ് ഉണ്ടാക്കി വെക്കും. പലതവണ കുളിച്ച് ഒരു OCD പേഷ്യന്റ് ചകിരി എടുത്ത് വെച്ചാണ് 6 7 പ്രാവശ്യം കുളിക്കും. അപ്പൊ ഫിഷ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പോകും, റൂം അടിച്ച് വാരി ഉടനെ പോയി കുളിക്കും. ഇങ്ങനെയാണ് അവരുടെ രീതി, ആ വൃത്തിക്ക് വേണ്ടി. അപ്പോഴൊക്കെ ആ സ്കിന്നിന്റെ പുറത്ത് അബറേഷൻ ശരിക്കും ഉണ്ടായിട്ട് ആ ഒരു സബേഷ്യസ് ഗ്ലാൻസ് മുഴുവൻ അങ്ങ് നശിച്ചിട്ട് അവർക്ക് ഒരുപാട് സ്കിൻ കംപ്ലൈന്റ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് OCD-കാർക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് മെന്റൽ കംപ്ലൈന്റൂടെ നമ്മൾ നോക്കിയാൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് ക്യൂർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, അതും സ്കിന്നിനൊക്കെ വളരെ പെട്ടെന്ന് നമ്മളൊരു റിസൾട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹോമിയോപ്പതിയിലെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഹോമിയോപ്പതി എങ്ങനെ വേണം നമുക്ക് അതിനെ മറ്റുള്ളവരിലോട്ട് എത്തിക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈന്റ് ആണ് മാറാതെ നിൽക്കുന്നത്. ആ മാറാത്തതിനെ സ്പീഡിലാക്കി കൊടുക്കാനും കൂടെ നോക്കണം. നോക്കിയാൽ തീർച്ചയായിട്ടും ഹോമിയോപ്പതിയെ വിട്ടു പോകത്തില്ല. കാരണം ജനങ്ങൾ ഇന്ന് ഒരു അലോപ്പതി ഡോക്ടർ ഫെയിൽ ആകുന്നിടത്ത് മറ്റൊരു അലോപ്പതി ഡോക്ടർ എടുത്തോട്ടാണ് പോകുന്നത്. പക്ഷേ ഹോമിയോപ്പതി ഡോക്ടർ ഒരു ട്രീറ്റ്മെന്റ് അവരെടുത്ത് ഫെയിൽ ആയി കഴിഞ്ഞാൽ അവർ പിന്നെ ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു സിസ്റ്റം ഓഫ് മെഡിസിനിലോട്ടാണ് പോകുന്നത്, അല്ലാതെ നെക്സ്റ്റ് ഒരു ഹോമിയോപ്പതി ഡോക്ടറിനെ കാണാനല്ല പോകുന്നത്. അപ്പൊ അത് കാരണം നമ്മുടെ കൈ കിട്ടുന്ന കേസിനെ എത്രയും പെട്ടെന്ന് ക്യൂർ ചെയ്ത് കൊടുക്കാൻ നമ്മൾ ട്രൈ ചെയ്യണം. അതിന് അതിൽ ഈ സ്കിന്നിന്റെ ഒരു അടവാണത് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മെന്റൽ കംപ്ലൈന്റ് നോക്കി ആ മെഡിസിനിലോട്ട് പോയാൽ, അല്ലാതെ സ്കിന്നിന്റെ പുറത്ത് നോക്കി നിൽക്കണ്ട, പോയാൽ സ്പീഡ് നമുക്ക് കൂടും. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈന്റ് എടുക്കുമ്പോൾ അവയർനെസ് അവർക്ക് ശരിക്കും കൊടുക്കണം. പ്രത്യേകിച്ച് എന്താണ് സ്കിന്ന്, ഏറ്റവും ഔട്ടർ ലെയറിലുള്ളതാണ് സ്കിൻ, ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ പോർഷനാണ് നഖമെന്ന് പറയുന്നാലും സ്കിന്നാണേലും ഹെയറും ഒക്കെ തന്നെ. അപ്പൊ ആ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന ഭാഗത്ത് തന്നെ ക്യൂറിംഗ് റേറ്റ് കുറച്ച് കുറയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ തരത്തിൽ ഇതെല്ലാം അവയർനെസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും സ്റ്റിക്ക് ഓൺ ചെയ്യും. നമ്മുടെ സിസ്റ്റം വിട്ടു പോകരുത് ഒരാൾ പോലും. അതിനാണ് ഞാൻ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞത്. നമ്മളെ സമയം ഇനി വളരെ കുറച്ചേ ഉള്ളൂ, 3 മിനിറ്റേ ഉള്ളൂ. പെട്ടെന്ന് സമയം പോയി. ഡോക്ടർ അല്ല, ഇല്ല, ഞാൻ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്തു. എന്തെങ്കിലും ആർക്കെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഓക്കെ, അപ്പൊ സ്കിൻ എന്ന് പറയുന്ന വളരെ വാസ്റ്റ് സബ്ജക്റ്റ് ആണ്, എത്ര പറഞ്ഞാലും തീരുവില്ല. അതെ അതെ. ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട്. അപ്പൊ ഇന്നും കഴിഞ്ഞ ക്ലാസ്സിലുമായിട്ട് ഡോക്ടർ ഏറെക്കുറെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അനീഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. അനീഷ് ഡോക്ടർ. ഓക്കെ. വളരെ നല്ല ഒരു സെഷനായിരുന്നു. കാരണം ഒരു കേസ് ഇപ്പൊ കാണിച്ചത് തന്നെ ശരിക്കും എല്ലാവരും കാണേണ്ട കേസ് തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് സാധാരണ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. കാരണം നമ്മൾ ഈ വേഗം കുറയണമല്ലോ എന്ന് കരുതി ഓരോ മരുന്നിങ്ങനെ മാറി മാറി കൊടുക്കും പലരും. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ അത് ഫെയിലർ ആവും. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. തീർച്ചയായും ഇങ്ങനെയാണ് നമുക്ക് പേര് കിട്ടുന്നത്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒത്തിരി മരുന്നുകൾ എക്സ്റ്റേണൽസ് ഒക്കെ ഇട്ടാൽ മാത്രമേ ഇത് മാറുള്ളൂ എന്നുള്ള ധാരണ ജനത്തിന്റെ മനസ്സിലുണ്ട്. ഒരു പ്രാവശ്യം അല്ലെങ്കിൽ അവർക്ക് തന്നെ ഇപ്പൊ പഴയ പോലെ നമ്മുടെ അടുത്ത് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയൊന്നുമില്ല. അപ്പൊ നമ്മളൊരു സ്കിൻ കേസ് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് നമുക്കറിയാം, ഇത് ചിലപ്പോൾ ഒരു 2 ആഴ്ച മുതൽ ചിലപ്പോൾ 2 മാസം വരെയൊക്കെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് അത് മാറുന്നതിന്. പക്ഷേ 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ അവരുദ്ദേശിക്കുന്നത് ചേഞ്ച് ഇല്ലെങ്കിൽ അവർ നമ്മളെ വിട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വിട്ടുപോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേസ് ഡെപ്തിൽ എടുക്കുകയാണെങ്കിൽ അവർക്ക് തോന്നും ഡോക്ടർ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ എടുത്തതല്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ചതല്ലേ, അപ്പൊ എന്തായാലും ഇതിന് റിസൾട്ട് വരും എന്ന ഒരു പ്രതീക്ഷയോട് കൂടി അവർ കാത്തിരിക്കും. അപ്പൊ അതാണ് എനിക്ക് ഇതിനോട് ആഡ് ചെയ്യാനുള്ളത്. ശരിയല്ലേ ഡോക്ടർ? അതെ, തീർച്ചയായിട്ടും. ഒരു കേസ് പോലും ഇപ്പൊ ഇത് പറഞ്ഞ പോലെ എങ്ങനെ ഹോമിയോപ്പതി ഉയർത്തിക്കൊണ്ട് വരാന്ന് വെച്ചാൽ, അതാണ് എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണേലും നമ്മുടെ കയ്യിൽ നിന്ന് പോകരുത്. അപ്പൊ പോകാതിരിക്കണമെങ്കിൽ ആസ് എർലി ആസ് അവർക്ക് ആ റിലീഫ്, അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് റിലീഫ് ദെൻ ക്യൂർ, ഇത് രണ്ടും കൊടുത്തിരിക്കണം. അവിടെ പോയതിനു ശേഷം പിന്നെ അത് ഉണ്ടായിട്ടേ ഇല്ല.
എന്നുള്ളത് പുറത്തോട്ട് വന്നാൽ മാത്രമേ ഹോമിയോപ്പതിയുടെ വില വരത്തുള്ളൂ. എൻ്റെ പ്രതീക്ഷ അത് നമ്പർ 1 മെഡിക്കൽ സിസ്റ്റം എന്നുള്ള രീതിയിൽ ഉയർന്നു വരണം. എന്തായാലും അതിനുവേണ്ടി ഡോക്ടറെ ഒരു സെക്കൻഡ്, അമ്പാടിയമ്മ ഒന്ന് വീഡിയോ ഓണാക്കിയിരിക്കുന്നത്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഓക്കെ. പറയാനില്ല, എനിക്ക് തലവേദന എടുത്തിട്ട് ഞാൻ കിടക്കുമായിരുന്നു. ഓ ശരി, കൈതട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഭദ്രൻ ഡോക്ടർ ഇടയ്ക്ക് എന്തോ ഒന്ന് മെസ്സേജ് ഒക്കെ ഇട്ടിരുന്നു. ഭദ്രൻ ഡോക്ടർ എന്താണ് പറയാനുള്ളത് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച്? ഭദ്രൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഭദ്രൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഭദ്രൻ ഡോക്ടർ കമന്റ് ഒക്കെ നല്ല സെഷൻ ആയിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. എനിക്ക് ഏതായാലും സിഫിലിനും നല്ലൊരു പ്രിസ്ക്രിപ്ഷൻ ആയിരുന്നു. അതായത് ഇന്നലെ ആന്റിമാസ്മറ്റിക് പോകുമ്പോൾ പലപ്പോഴും പല അഫൻസീവ്നെസ് കൊണ്ടൊക്കെ സോർണായിരിക്കും ചിലപ്പോൾ ചിന്തിച്ചു പോകുന്നത്. പക്ഷെ സിഫിലിനത്തിന്റെ അത് പൊഴിഞ്ഞു പോകുന്നതിന്റെ അത് തന്നെയാണ് സിഫിലിനത്തിന്റെ ശരിയായിട്ടുള്ള ഇൻഡിക്കേഷൻ. അത്രയും പ്രൊഫ്യൂഷണസ് ഓഫ് ദി ഇത് സ്കെയിലിംഗ്, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് തോന്നിയത്. ആ പ്രിസ്ക്രിപ്ഷൻ വളരെ കറക്റ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ക്യൂർ ആയത്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഒരു ലൈക്ക് ഇട്ടത്. അതാണ്, ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ തന്നെ വിളിച്ചത്. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു ഡോക്ടർ. ഇന്ന് വളരെ മനോഹരമായ ഒരു ക്ലാസ് എടുത്ത പ്രീത ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ധനേഷ് ഡോക്ടറെ തന്നെ ക്ഷണിക്കുക. ധനേഷ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ധനേഷ് ഡോക്ടർ ഇല്ലേ? ഉണ്ടല്ലോ. ധനേഷ് ഡോക്ടറെ എനിക്ക് ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ശരി, പറഞ്ഞോളൂ ഡോക്ടർ. നമ്മൾ IAPS നിരന്തരമായി നടത്തി വരുന്ന ഈ വെബിനാറിൽ വളരെ പ്രത്യേകതയുള്ള സെഷനുകളാണ് നമുക്ക് എന്നും പ്രീതാമണി ഡോക്ടർ തരുന്നത്. തീർച്ചയായും ഇങ്ങനെയുള്ള സെഷനുകൾ കൂടുതൽ പേർക്ക് ഇങ്ങനെയുള്ള സ്കിൻ കേസും അതുപോലെ വ്യത്യസ്തമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് കോൺഫിഡൻസ് നൽകുന്ന ക്ലാസ്സുകളാണ്. അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ മുമ്പിലും ഈ വീഡിയോസ് നല്ല പ്രചാരം ലഭിക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട്. അത് ആൾക്കാർ കൂടുതൽ കാണാറുമുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ക്ലാസ്സുകളും നമുക്ക് നല്ല ഹോമിയോപ്പതി പ്രചരിപ്പിക്കുന്നതിന് വളരെ ഗുണകരമാണ്. ഈ വേദിയിൽ വന്ന് ഇത്രയും നല്ല ഒരു സെഷൻ എടുത്ത പ്രീതാമണി ഡോക്ടർക്ക് എൻ്റെ പേരിലും IAPSന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ വേദിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, ഹോമിയോപ്പതി സ്നേഹികൾക്കും ഹോമിയോപ്പതി ഡോക്ടർമാർക്കും അതുപോലെ നമ്മുടെ മോഡറേറ്ററായ ഷൈന ഡോക്ടർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു ഡോക്ടർ. ധനേഷ് ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എന്തായാലും 2 ദിവസമായിട്ട് സ്കിന്നിന്റെ ഏറെക്കുറെ കാര്യങ്ങൾ ഡോക്ടർ സംസാരിച്ചു. ഇനിയും വ്യത്യസ്തമായ വിഷയങ്ങളിൽ വീണ്ടും ക്ലാസ് എടുക്കുവാനായി ഡോക്ടർ തീർച്ചയായും എത്തണം. ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ സെഷൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്ന് സൂമിലുണ്ടായിരുന്ന എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഷൈല ഡോക്ടറെ താങ്ക് യു സോ മച്ച്. ഓക്കെ ഡോക്ടർ. എല്ലാവർക്കും നന്ദി. ഓക്കെ.